കമന്റ്സ് എല്ലാം വരുവാണെന്ന് പറഞ്ഞേക്കണത്. അപ്പുറത്തെ പരിപാടി ഓണാണോ? മറ്റേ റെക്കോർഡ് ചെയ്തോ? 2 ഫോണും ലൈവ് എല്ലാം ഉണ്ട് കേട്ടോ. റിക്കാർഡോ കാർലോസ്, അത് അങ്ങനെയാണ് പറയത്തില്ലേ, റോബർട്ടോ കാർലോസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് കേരളം അഭിമുഖീക നടക്കുന്നത് ഏറ്റവും വലിയ അഭിമുഖീക സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ സ്വർണ്ണക്കടക്കാരനായ ഒരു സ്വർണ്ണ കച്ചവടക്കാരനും ഒരു ഉദ്ഘാടനത്തിന് നടക്കുന്ന ഒരു പെങ്കുച്ചുമായിട്ട് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു പെങ്കുച്ചിനെ ഈ സ്വർണ്ണ കച്ചവടക്കാരൻ കുന്തി ദേവി എന്ന് വിളിച്ചു. മറ്റേ ഇങ്ങനെ പറയുന്നവരുണ്ടല്ലേ, ആരാതറിയോ, ഏതൊരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് ജയശങ്കർ, കുന്തി ദേവി എന്ന് വിളിച്ചു. കുന്തി ദേവി എന്ന് വിളിക്കാൻ എന്ത് അധികാരമാണ് ഈ സ്വർണ്ണ കച്ചവടക്കാരനുള്ളൂ? ഈ സ്വർണ്ണക്കടക്കാരൻ ക്രിസ്ത്യാനിയാണ്. സ്വർണ്ണ കച്ചവടക്കാരൻ ക്രിസ്ത്യാനി, കുന്തി ദേവി എന്ന് വിളിക്കുന്ന ഒരു ക്രിസ്ത്യാനി പെണ്ണിയാണ്. ക്രിസ്ത്യാനി പെണ്ണെന്ന് പറയുമ്പോൾ റോസ്, ഹണി, തേന്, പൂവ്, തേന്, അങ്ങനെ പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം. ഇതൊക്കെ ഇപ്പൊ പ്രശ്നമാ. ഈ പാട്ടൊക്കെ ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ പാട്ട് സൂക്ഷിക്കണം, പെണ്ണുങ്ങളെ പുകഴ്ത്തി പറയരുത്. അത് പറഞ്ഞപ്പോഴാണ്. അല്ല, വിഷയത്തിലോട്ട് വാ. രാഹുൽ ഈശ്വർ പറയണേ, ഈ ബോച്ചെ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോ രാഹുൽ ഈശ്വർ പറയാണ്, ഈ ഹണി റോസിന് എന്ത് ഇതാ ഉള്ളത്? നമ്മുടെ ലാലേട്ടൻ ഹണി റോസിന്റെ അടുത്ത് ആരാധ്യനായ ലാലേട്ടൻ ഹണി റോസിനോട് ഏതോ ഒരു സിനിമയില് എന്തോ ഡയലോഗ് അടിച്ചത്, എന്തോ ഇങ്ങനെ ഇതുപോലത്തെ ഡയലോഗ് പറഞ്ഞിട്ട് ഹണി റോസ് അത് കേട്ട് ചിരിച്ചത്. ആ പൊട്ടൻ അത് മനസ്സിലായിട്ടില്ല, അത് സിനിമ എന്നുള്ളതേ. ഞാനതാ പറഞ്ഞ, ബോച്ചയ്ക്ക് ഒരു സിനിമ എടുത്താ പോരെ, എന്നിട്ട് കഥാപാത്രമായി മാറുക. സിനിമ എടുക്കായിരുന്നെങ്കിൽ വേറൊരു ഗുണമുണ്ട്. വേറൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിനിമക്കകത്താണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നതെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു കമ്മിറ്റി വന്ന് റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് അതെടുത്ത് സർക്കാരിന്റെ കക്ഷത്തിൽ വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും 5 വർഷം കഴിഞ്ഞിട്ട് ഇത് പുറത്തു വരുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ പുറത്തും വിടാതെ എല്ലാം സേഫ് ആയിരിക്കും. കുറച്ചുകൂടെ സിനിമ എടുക്കാൻ പോരുന്നത് സേഫ് ആണ്. ഇത് ശ്രദ്ധ കുറഞ്ഞു പോയി. പീഡിപ്പിക്കണമെങ്കിൽ സിനിമ നടനായാൽ മതി. എത്ര പീഡിപ്പിക്കാം സിനിമ നടൻ. അല്ല, പീഡിപ്പിച്ചല്ലോ എത്രയോ 10-40 കേസായി, പീഡനങ്ങള്. കേസ് ഇവിടെ 10-40 ഉണ്ട്. എന്നിട്ട് ഒരു നടപടിയും സർക്കാരും ഗവൺമെന്റും പോലീസും എവിടെ അനക്കമില്ല. എന്താ പോലീസേ അങ്ങനെയല്ല. അത്തരം നമ്പറുകൾ ഇറക്കുന്നില്ല. മനസ്സിലാവണം. പുള്ളി കംഫർട്ടബിൾ ആയി ഹോസ്പിറ്റലിൽ കിടക്കാം. പുള്ളി നിലവിൽ ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ജയിലിൽ കിടക്കുന്ന ആളുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അയാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. കൂട്ടത്തിൽ ഭേദമായിരിക്കും. അല്ല, നമ്മൾ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത്, പീഡന കേസുകൾ ഇത്രയും കയ്യിലിരിക്കുന്ന ഒരു പോലീസ്, ഒരു കോടതി, അവര് പെട്ടെന്ന് ഇങ്ങനെ എന്തോ പറഞ്ഞു, എന്തോ കേട്ടെന്ന്, പിന്നെ ചിലടത്ത് കമന്റ് വായിച്ചു എന്നൊക്കെ പറയുന്നത്, ഇതിനകത്ത് ഇനി കൂടുതൽ വേറെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ വാർത്ത കണ്ടത് ഇത്രയും. അതിന്റെ പുറകിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. അല്ലാതെ ഇത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം, അതെങ്ങനെ പറ്റുന്നത്? ഈ നാട്ടിൽ പറ്റുമോ? ഇവിടെ നീ വെബ്സൈറ്റ് എടുത്ത് നോക്കിടേ, ഇവിടെ ബലാത്സംഗത്തിന്റെ എണ്ണം എത്ര നോക്കും. ജസ്റ്റ് നീ ആ ഫോൺ ഒന്ന് എടുത്ത് നോക്കിയിടേ, അതിനകത്ത് എവിടെ നോക്കി. ക്രൈം റേറ്റ്സിനകത്ത് ക്രിമിനൽ കേസുകൾ തന്നെ 2 ലക്ഷത്തിന് മേളിലായി കേരളത്തില്. മിസ്സിംഗ് കേസുകൾ അതിനകത്ത് 60,000 ആയി. ഒരു വർഷത്തെ കഥയാന്ന് നോക്കണം. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും മധ്യവയസ്കരും എല്ലാ ടൈപ്പ് പ്രായത്തിൽപ്പെടുന്നവരും മിസ്സിംഗ് ആവുക. അത്രയും ആളുകൾ മിസ്സായിട്ടില്ലാത്തൊരു പ്രശ്നം. എടാ, ഇത് എന്തോ ഇത് എൻ്റെ മുന്നിലാണ് ഇരിക്കുന്നതെന്ന് കരുതുക, തൻ്റെ മുന്നിൽ ഇങ്ങനെ കുറേ ഇരിക്കുക, താൻ അതിനകത്ത് ഏതെടുക്കും? അതായത് താൻ ഇവിടെ കൊലപാതകം ചെയ്തെടുക്കുവോ, ആളുകളെ നഷ്ടപ്പെട്ടത് കാണാതായത് എടുക്കുവോ, കുറേ പേരുടെ പണം പോയി ഓൺലൈനിലും അല്ലാതെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അങ്ങനെ കുറേ പേരുടെ ജീവിതം കുളം തോണ്ടി അതെടുക്കുവോ, അതോ ബലാത്സംഗം ചെയ്തവരെടുക്കുവോ, പിന്നെ മറ്റു തരത്തിലുള്ള പീഡനങ്ങളുണ്ട്, കുട്ടികളെ പീഡിപ്പിക്കുന്നു, ഇതെല്ലാം ഇരിക്കുക. ഇതിനകത്ത് ഏതെടുക്കുമെന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ പറയും, അവിടെ നമുക്ക് മറ്റേ
കുന്തി ദേവി എന്ന് പറഞ്ഞ ആളെ അങ്ങ് പോക്കി. അതിനകത്ത് ഒരു ചെറിയൊരു സംശയമുണ്ട് എനിക്ക്. അതായത് ഇപ്പൊ വരുന്ന വിഷയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ ഈ നമ്മൾ കാണുന്നതാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കമന്റുകൾ ഇടുന്ന തൊഴിലാളികളുണ്ടല്ലോ, എല്ലായിടത്തും പോയി തെറിയും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് ആളുകളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് വ്യക്തിപരമായിട്ട് ഹരാസ് ചെയ്യുന്ന പോലത്തെ വൃത്തികേട് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്, ഭയങ്കര നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഇപ്പോൾ ഇയാളെ പോലെ ഒരാൾ ഇങ്ങനെ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു FIR ഇടാനുള്ള ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അത് ചെയ്തതിനോട് എനിക്ക് യോജിപ്പുള്ളത്. അത് ഓക്കെയാണ് എല്ലാ കാര്യത്തിലും. ഇതിപ്പോൾ മറ്റേ ബ്രിട്ടീഷുകാർ പറഞ്ഞ പോലെയാണല്ലോ, അത് ആദ്യം നിങ്ങളുടെ പോവർട്ടി മാറ്റുക, എന്നിട്ട് നിങ്ങൾ മറ്റേ സാറ്റലൈറ്റ് ഒക്കെ വിക്ഷേപിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ. അല്ല ഇതിനകത്ത് എനിക്ക് മനസ്സിലായി. അല്ലല്ല ഞാൻ ഒരു മിനിറ്റ്, അല്ല താൻ പറയുന്നത് കേൾക്കില്ല. ഒരു മിനിറ്റ്. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലുള്ളൂ. അതായത് ഇപ്പം ഇത് നിലവിൽ കറണ്ട് ഇഷ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നടപടി എടുത്തതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് എൻ്റെ അഭിപ്രായം. വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ വിഷയത്തിലെടുത്ത നടപടിയോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്ന് എൻ്റെ അഭിപ്രായം. എന്നാൽ ഞാനൊരു വേറൊരു കാര്യം പറയാം. തനിക്ക് ഈ ഇഷ്യൂ മറ്റേ ഇഷ്യൂവും തമ്മിലുള്ള ഭയങ്കര വ്യത്യാസം ഉണ്ടായെന്നറിയോ? ഇപ്പോൾ ഓൺലൈനിൽ നടന്നെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീ അയാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അയാളെ കറങ്ങാൻ പറയുമ്പോൾ കറങ്ങുന്നു, പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, എല്ലാം അങ്ങനെയൊക്കെ കറങ്ങി. ഇതൊക്കെ അവിടെ ഓൺ ദ സ്പോട്ടിൽ പറയാവുന്ന കേസേ ഉള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ. അതല്ല, അത് അങ്ങനെ പറയണം. അല്ല, അങ്ങനെ പറയണം. വേറൊരു കാര്യം, ഓൺലൈനിൽ നടന്ന സംഭവം, ഓൺലൈനിലൊക്കെ കച്ചറ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അല്ലല്ല, ഇത് നേരിട്ട് അതൊന്ന് ഞാൻ പറഞ്ഞ. അല്ലാതെ ഇപ്പോൾ ഓൺലൈനിൽ ആൾക്കാരെയൊക്കെ പിടിച്ച് 60 വയസ്സുകാരനൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയത്തില്ലേ, അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ കമൻസ് ഡീആക്ടിവേറ്റ് ചെയ്യാം, പറയുന്നവരെ ബ്ലോക്ക് ചെയ്യാം, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അവിടേക്ക് ഒരു കാര്യം പറയാം, അതല്ല അതും കൂടുതൽ പോട്ടെ, ഇവരെല്ലാം ബ്ലോക്ക് ചെയ്യാം. മാത്രമല്ല ഈ നടിയുടെയൊക്കെ പേജ് ഇവർ തന്നെയാണോ മാനേജ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എങ്ങനെയാണേലും ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നേരിട്ട് വന്നുള്ള അക്രമവും പീഡനവും ഒക്കെ എങ്ങനെ തടയാൻ പറ്റും? അവരുടെ പരാതികളല്ലേ അവിടെ കിടക്കുന്നത്, നേരിട്ട് അനുഭവിച്ചവരായിരിക്കുന്നത്. ഒരു ഓപ്ഷനും ഇല്ല, അവിടെ ബ്ലോക്ക് ബട്ടൺ ഇല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ബട്ടൺ ഇല്ല, സ്പാം അത് ആകത്തുമില്ല. ഓട്ടോമാറ്റിക്കലി അക്രമം നടന്നുകൊണ്ടേയിരിക്കും, പീഡനം. ഇപ്പോൾ വേണ്ട ഒരു വാർത്ത കേട്ടോ, 67 പേര് പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു പെങ്കൊച്ചു വന്നേക്കുക, സ്പോർട്സ് താരം. അല്ല, എനിക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായം അവിടെയും ചെറിയ വിയോജിപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ കമൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് ഡിസേബിൾ ചെയ്ത് വെക്കാമെന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അതിനെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്ത് ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം എന്നാണോ ചേട്ടാ ഉദ്ദേശിക്കുന്നത്? ഉണ്ട്. എന്താ കാര്യം വെച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യണം. ആളുകൾ ആ ബോധത്തിലോട്ടൊന്നും എത്തണ്ട. അങ്ങനെ ചെയ്താലുള്ള ഗുണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം പറയാം, തനിക്ക് മെസ്സേജ് അയക്കും ആൾക്കാർ. എനിക്കൊക്കെ ഇവിടെ ആരും പറയുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തുടക്കം തൊട്ട് ഫോട്ടോ ഒട്ടിക്കുമാർ, അതൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കമൻസ് ഒന്നും വന്നാൽ ഞാൻ നോക്കാറില്ല, കമൻസ് വായിക്കാറേ ഇല്ല. കമൻസ് വായിക്കേണ്ട ആവശ്യമില്ല. മെസ്സേജ് അയച്ചാൽ അതും തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഏതോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എവിടെയോ ഇരുന്ന് എല്ലായിടയിലും മൊബൈലുണ്ട്, അവരെന്തൊക്കെയോ കാണിക്കുന്നു. അത് ഞാനെന്തിനാ ബോധമെന്ന് എന്തിനാ അറിയുന്നേ? എന്നെ മാനസികമായിട്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ഈ കമൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇവർ കാണിച്ചു കൂട്ടിയ പരിപാടികളോ ഫോൺ ചെയ്ത് തെറി വിളിച്ചോ ഒന്നും എന്നെ ബാധിക്കത്തില്ല. ഇനി അത് ബാധിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ആ പറഞ്ഞ ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ എനിക്ക് പറ്റണം. അതും കഴിഞ്ഞ് ബ്ലോക്കുകൾ ചെയ്തിട്ട് നടക്കാതെ എത്ര എണ്ണം ബ്ലോക്ക് ചെയ്യണമെന്നറിയോ? ഫേക്ക് ഐഡികളായതുകൊണ്ട് ചിലപ്പോൾ ഒരു 10 എണ്ണമൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും ഒരുത്തനെ തന്നെ. അത് ചെയ്യണം. പിന്നെ ഇതെന്തിനാ ഉണ്ടാക്കാൻ ഇരിക്കുന്നത്? അല്ല, അത്രയും പേര് ബ്ലോക്ക് ചെയ്താൽ താൻ കമന്റ് ബോക്സ് ഓഫാക്കുക പോലും വേണ്ട. അവർക്ക് ഒരുപാട് ഐഡിയ ഉണ്ടാക്കാം. ഇല്ല, അവർക്ക് ഒത്തിരി ഐഡിയ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ മൊബൈൽ ഫോണായിട്ടൊക്കെ ലിങ്ക്ഡ് ആയതുകൊണ്ട് ഒരുപാട് ഐഡിയ അങ്ങ് ഉണ്ടാക്കി പഴയതുപോലെ പൂണ്ട് വിളയാടാൻ പറ്റത്തില്ല. മനസ്സിലായോ? സ്ട്രിക്റ്റാ സംഭവം. ഇവന്മാരെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഐഡിയ തന്നെ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇത്രയും ടെക്നോളജി ഇരിക്കുമ്പോൾ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷമല്ലേ പിന്നെയും അത് കഴിഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെയും പോലീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് എന്ന രീതിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഇത്രയും ഐഡിയകൾ കൃത്യമായിട്ട് എടുക്കുക, അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത്ര പ്രശ്നക്കാരെ അത് മാത്രമേ ഉള്ളൂ. അല്ല, അത് ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പല്ല ശരിക്കും, അതൊരു ലാസ്റ്റ് സ്റ്റെപ്പായിരിക്കണം. കാരണം പോലീസിന് വേറെ പണിയുണ്ട്. ഇത്രയും ഫെസിലിറ്റി കൊടുത്തിട്ട് പോലും പിന്നെയും പോലീസിന് പണി ഉണ്ടാക്കേണ്ട ആവശ്യം എന്തോ? പോലീസ് എവിടെയെങ്കിലും ഒന്ന് ഇടപെടട്ടെ എന്ന് എൻ്റെ അഭിപ്രായം. ഒരു കാര്യത്തിൽ പോലീസിന്റെ തൊപ്പിയെ ചവിട്ടി പൊളിച്ച് തുറന്നു,
എന്നെ കൊണ്ട് ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്ത് താനൊന്ന് ആലോചിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ലല്ല, താനൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല ഈ ബോച്ചനെ കുറിച്ച്. നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു സംസാരിച്ചതിന്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇയാളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എത്രയോ തവണ നമ്മൾ ഇയാൾ ഇമാതിരി അലമ്പ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് തന്നെ ഒരുമാതിരി തോന്നിയിട്ടുണ്ട് ഇയാളുടെ വർത്തമാനം കേട്ടിട്ട്. ഇല്ലേ? ഏത് താൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അത് അതിനാ. ഓ അങ്ങനെ അയാളുടെ ഞാൻ പറയട്ടെ എന്താണ് അയാൾക്ക് ആവശ്യമുള്ളത് അത്രേ ഉള്ളൂ. അയാളെ ഇപ്പൊ പോലീസാണെങ്കിലും ചെയ്യേണ്ട, വിളിച്ചു വരുത്തിയിട്ട് വാൺ ചെയ്ത് വിടുക ചെയ്യേണ്ട, അല്ലാതെ ഇത്രയും പൈസ മുടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനു വേണ്ടി ഇവിടെ നടന്ന സംഭവം എന്താ നോക്ക്. അപ്പൊ ഉണ്ടായ ഒരു മാറ്റം പറഞ്ഞുതരാം. ഈ പറയുന്ന അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം നടന്നൊരു കാര്യമുണ്ട്. എന്താ പറയുമ്പോ ഹൈറോസിന്റെ കമന്റ് ബോക്സിൽ മറ്റേ കമന്റ് ഇട്ടുകൊണ്ടിരുന്ന കുറെ തൊഴിലാളികളുണ്ട്. അവരാരും കാണാനില്ല. അത് നിന്നു. മനസ്സിലാവുണ്ടോ? ഇത് ഈ പറയുന്ന അവബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൽ എളുപ്പമാണ് ഈ സമൂഹത്തിൽ ഇത്തരം നിയമ നടപടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ആളുകളെ ധരിപ്പിക്കുന്നത്. ഇപ്പൊ ബോധ്യപ്പെടുത്തുന്നതിൽ എളുപ്പമാണ്. പോലീസ് പിടിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ആ പണി ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനു മുമ്പ് നമ്മുടെ ഇവളില്ലേ പാർവതിയുടെ കേസിൽ പിൻഡോയോ വേണ്ടൊരുത്തിനെ രാവിലെ ഒന്ന് പൊക്കിയതാ. അന്നും കുറച്ച് ദിവസം ഇവർ അടങ്ങിയിരുന്നിട്ടുണ്ട്. പിന്നെ ഇത് പഴയ പരുവത്തിലേ ആകത്തുള്ളൂ. ഇത് അങ്ങനെ മാറുന്ന സാധനമല്ല. ഒന്നാമത് ഇവരെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇളകുന്ന ഇടയ്ക്ക് അവർക്കത് മറന്നൊക്കെ പോകും. അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇനി കുറേ പേര് അറസ്റ്റ് ചെയ്യേണ്ടി വരും. PC ജോർജ് അതിന് എണ്ണയല്ലേ ഉണ്ടോ? എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. PC ജോർജിനൊക്കെ പറയാം, അതെന്ത് വേണേലാവാം, അവർക്കൊക്കെ പറയാം. സുരേഷ് ഗോപി ഇങ്ങനെ തൊട്ടപ്പോ ഇത്രയും പ്രശ്നമില്ല. അനുവാദം ഇല്ലാത്തൊരു പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടപ്പോ പ്രശ്നമില്ല. ആ പെണ്ണിനെ ചീത്ത വിളിച്ചു. അതെ, അവളെ ചീത്ത വിളിക്കുമല്ല. ഇങ്ങനെ പിടിച്ചേക്കണ ഇങ്ങനെ പിടിച്ചിട്ട് തൊട്ട് അതും സ്പർശനത്തിന് അതുമല്ല വേറെ കാര്യമുണ്ട്. ഓൺ ദ സ്പോട്ട് ആ പെണ്ണ് മാറുകയും ചെയ്തു. ഹണി റോസ് മാറിയിട്ടില്ല. മനസ്സിലായി? ഹണി റോസ് അവിടെ തന്നെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഡാൻസ് കളിച്ചിട്ട് ആ പെണ്ണ് അവിടെ വെച്ച് തന്നെ അവളെ എതിർപ്പ് പ്രകടമാക്കി. എല്ലാവർക്കും അങ്ങനെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാൻ പറ്റിയെന്നൊന്നും വേണ്ട. എതിർപ്പ് പ്രകടിപ്പിച്ച സ്ഥലത്ത് അവളെ ചീത്ത വിളിച്ചില്ലേ? എല്ലാരും ഒരുപോലെ അല്ലടോ. എല്ലാവരും ഒരേ കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം. അതിനെപ്പറ്റി അല്ല പറഞ്ഞത്. അവിടെ ആ പെണ്ണ് അവർ രണ്ട് രീതിയിൽ ഇടപെട്ടു. പക്ഷെ സമൂഹം രണ്ട് രീതിയിൽ ഇടപെട്ടു. അപ്പൊ എല്ലാവരും ഇതുപോലെ രണ്ട് രീതിയിലും ഇടപെടുക. ഈ പെണ്ണിനെ തെറി വിളിച്ചവര് തന്നെ ഇപ്പൊ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യും. ഹണി റോസിനെ തെറി വിളിക്കുന്നുണ്ട്. അത് വേറെ ആൾക്കാരാ. അത് വേറെ. അതെന്ന് പറഞ്ഞാൽ അന്ന് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തവരാണ് ഇപ്പൊ ഹണി റോസിനെ തെറി വിളിക്കുന്നത്. മനസ്സിലായോ? അതേസമയം ആ പെണ്ണിനെ അന്ന് സപ്പോർട്ട് ചെയ്തവര് ഇന്ന് ബോച്ചയെ സപ്പോർട്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? ഇത് വ്യത്യാസം ഇങ്ങനെ കളിക്കുന്നേ. ഇത് സമൂഹം എന്തേ കാണിക്കുന്നേ? അന്നാ പെണ്ണിനെ എത്ര പേര് ചീത്ത വിളിച്ചു. നമ്മളൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ നമ്മളെ വന്നിട്ട് പറയാ നിനക്കറിയത്തില്ലെന്ന്. ഒരാളുടെ ശരീരത്ത് ഏത് രീതിയിൽ സ്പർശിക്കേണ്ട ആവശ്യമില്ല. മറ്റു ഡയലോഗ് പറയും. ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും പറയുന്നുണ്ട് ഇയാള് മറ്റേ ഈ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ചാരിറ്റി ഒക്കെ ചെയ്യുന്നത് വെച്ചിട്ട് നമ്മളൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും നീയൊക്കെ സമൂഹത്തിന് വേണ്ടി എന്തുണ്ടാക്കിയിട്ടുണ്ടോ, നീ കൊണ്ടുപോയി കൊടുക്കടാ വയനാട്ടില് കുറച്ച് കാശ് എന്ന് പറഞ്ഞില്ലേ? തന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല, ഈ വയനാട് കാശ് കൊടുക്കാൻ പറയുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ വേറെ പ്രശ്നമുണ്ട്. അവിടെ ആർക്ക് കാശ് കൊടുക്കാനാ? ജീവനോട് ബാക്കിയുള്ളവർക്കല്ലേ കാശ് കൊടുക്കണ്ടേ? അതിനിടെ ചെന്ന് ഒരാൾ സമയം കളഞ്ഞ് കുറെ പേരെ കൊന്നില്ലേ? റെസ്ക്യൂ ഓപ്പറേഷൻ ഇടയിൽ ചെന്നിട്ട് മണിക്കൂറുകൾ വേസ്റ്റ് ആക്കുന്നതിന് കുഴപ്പമില്ല. ഈ 3 കോടി രൂപ പുള്ളി കൊടുത്തല്ലോ വിശ്വശാന്തിയുള്ള ദിനേശൻ വഴി. അപ്പൊ അതുവഴി പുള്ളി 3 സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കൊടുത്ത കാശ് ശരിക്കും അവിടെ ഉപകാരപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് പിന്നെ ആ മണ്ണിന്റെ അടിയിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ മരിച്ചും പോയി. അപ്പൊ ആ കാശ് അവർക്ക് കിട്ടണ്ടായിരുന്നു. ഇയാളവിടെ ചെന്ന് നിൽക്കായിരുന്നെങ്കിൽ അവരെ പുറത്തെടുത്തിട്ട് ആ കാശ് അവർക്കും കൊടുക്കാമായിരുന്നു. ഇത് അവിടെ ഉള്ളവരെ കുറെ പേരെ കൊന്നും കളഞ്ഞ് എന്നിട്ട് കാശും കൊണ്ടുപോയി കൊടുത്തിട്ട് എത്രയോ പേര് അത്രയും സമയം കൊണ്ട് അത്രയും പട്ടാളക്കാർക്ക് രക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. അതിന് പകരം ചെകുത്താൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ അതിനകത്ത് മയിരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പ് നിർത്തി ഫോട്ടോ എടുക്കുക ചെയ്യുന്നത്. അത് ഇതുമായിട്ടൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമുക്കൊക്കെ ഈ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ബോച്ച ഇപ്പൊ ഏകദേശം നമ്മുടെയൊക്കെ റേഞ്ചിൽ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം അയാളെ ഇതുപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ കൊണ്ടുപോയിട്ട് ആരും ചോദിക്കാനും പറയാനൊന്നും ആവശ്യമില്ലായെന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ട. അതിന്റെ ലിമിറ്റ് ഉണ്ടോ? ഇതിനൊരു സിവിയറിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? ഓരോ കേസിനും ഉണ്ട്. ഇപ്പൊ താനിപ്പോ ഒരാളെ തന്നോട് ഞാൻ കാര്യം പറയട്ടെ, 20% പൊള്ളലോട് കൂടി താൻ ആശുപത്രി ചെന്നാൽ തന്നെ അല്ല പറയുന്നതൊക്കെ അല്ലല്ല പറയാം, അതിനെ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും.
ഒരു 40% മുകളിൽ പോയാലൊക്കെ ICUലൊക്കെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ട്രീറ്റ്മെന്റ് വരെ മാറും, വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. പറഞ്ഞ് അതിൽ കേട്ടു ഉടനെ അവിടെ നിന്ന് കറങ്ങി തൊട്ടു എന്നൊക്കെ പറയുന്ന സാധനവും ഇവിടെ ബാക്കി ക്രൈം എടുത്ത് നോക്ക്. റേപ്പ് കേസ് എത്രയാന്ന് നോക്ക്. ഇത് എടുക്കുന്ന സ്ഥലം എവിടാന്നറിയോ? സാധാരണ പൊതുജനത്തിന് ഈ മണ്ടത്തരം വിട്ടേക്ക്, അവരെ നമ്മൾ എടുക്കണ്ട. പക്ഷെ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നിയമ നടപടികൾ, നിയമ സംരക്ഷകർ, നിയമപാലകർ, ഇവരുടെ ഇടയിലോട്ട് ഇത് ചെല്ലുമ്പോൾ മീഡിയ അറ്റൻഷൻ നടിയാണ്. ഇവളെ പറ്റി എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഇളക്കണം. ഇത് കുറേ പേരങ്ങ് സംസാരിക്കും. മറ്റേതൊരു പാവപ്പെട്ട അവരെ വീഡിയോ ചെയ്തു, അതായത് ആര് ഇനി ഏട്ടൻ്റെ ഫ്രണ്ടാണ്, ഏട്ടൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പരസ്യത്തിലും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളായതുകൊണ്ടാണോ അറിയത്തില്ല. ഏട്ടനാണോ അതും പറയാൻ പറ്റത്തില്ല. അല്ല, ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഹണി റോസ് കേസ് കൊടുക്കാൻ വരെ എത്തിച്ചതാണ് ഇയാളാണ്, ബോച്ചയാണ്. ആദ്യം ഹണി റോസ് ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതിൽ പേര് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ദ്വയാർത്ഥ പ്രയോഗം നടത്തി തന്നെ നിരന്തരം വേട്ടയാടുന്ന ഒരു പോസ്റ്റ് ഇട്ടു, പേരില്ലായിരുന്നു. ഇപ്പൊ ഇയാൾ വന്നിട്ട് ഏതൊരു പ്രസ് മീറ്റ് പറഞ്ഞു അന്ന് നടന്ന സംഭവത്തെ കുറിച്ച്. അത് നല്ലോണം ഇയാളങ്ങ് വലിച്ചു. അത് നടി നല്ല വേട്ടി ആദ്യം കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞ് ഇയാളെ വഷളാക്കി. അപ്പൊ ഇതോടെ അണിറോസ് കഴിഞ്ഞപ്പോൾ ഞാനാ വിചാരിക്കുക, ഞാൻ അണിറോസാണെങ്കിൽ ഞാൻ ഇത് കാണുന്ന സമയത്ത് എനിക്കിത് വല്ലാതെ ഹേട്ടാവാണ്. എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഫോട്ടോ കേസ് കൊടുക്കുന്നു. ഇത് കേസ് കൊടുത്തു തന്നില്ല. ഹണിറോസ് പുള്ളിക്കാരത്തിൻ്റെ വികാരം ഇതായിട്ടല്ലേ കേസ് കൊടുത്തേക്കുന്നത്. ഈ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ഹണിറോസിന് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? പുള്ളിക്കാരത്തി ബോഡി മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രവർത്തനം നടത്തുന്നു, വല്ലാത്ത വസ്ത്രം ധരിക്കുന്നു, വല്ലാത്ത രീതിയിൽ നടക്കുന്നു, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? അതെവിടാ വരുന്നതെന്ന് പറയാം. അതൊരിക്കലും ബോച്ചയെ റിലേറ്റ് ചെയ്തല്ല വരുന്നത്. അത് ഈ സാധാരണക്കാർ അല്ലല്ല, ബോച്ചയെന്ന് ആയിരിക്കാൻ അല്ല അത് ഞാൻ പറയാതെ എന്താണ് അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, റാവുലീസിൽ പറയുന്ന കാര്യമല്ലേ വസ്ത്രത്തിന്റെ പ്രശ്നം. അത് ആ പൊതുബോധത്തിന്റെ ഒരു വക്താവെന്ന നിലയ്ക്ക് കണ്ടേച്ചാൽ മതി. അല്ലാതെ ബോച്ചയല്ല അത്. ബോച്ച ന്യായീകരിക്കുന്നതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരും, പക്ഷെ അവൻ പറയുന്നത് ഈ സാധാരണക്കാരെ പറ്റിയാണ്. അതായത് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ നമുക്കറിയാം. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവർ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം എടാ എന്തിനാ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഇമാരെല്ലാം എന്താ പറഞ്ഞേ? അവനത് വേണ്ടതാണ്, അവൻ അങ്ങനെ പറഞ്ഞവനാണ് എന്ന് പറയുന്ന സെയിം സാധനം ഇത്. അതെനിക്ക് മനസ്സിലാവും. കാരണം എന്താ, ഞാൻ ഇത് പറയുമ്പോൾ എനിക്കറിയാം ഇവന് മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ ഈ പൊതുവികാരം എന്ന് പറയുന്ന സാധനം മഹാമണ്ടനാണ്. അവന് ബോധവും വെളിവും ഇല്ലാത്തവനുണ്ട്. തെറി മാത്രം പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ചിലർക്ക് ചിലപ്പോൾ തെറി പറയാൻ അറിയാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും പറയും. ചിലർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നവരുണ്ട്. ഇതൊരു 3-4 തരത്തിലാണ് നമ്മുടെ ഈ സൊസൈറ്റി ഇരിക്കുന്നത്. അല്ല, നമ്മളിവിടെ ഡെവലപ്ഡ് അല്ല. ഒരു ഡെവലപ്ഡ് കൺട്രിയിലാണെങ്കിൽ ഇത് നടക്കത്തേ ഇല്ല. ഈ വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതൊക്കെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റേ ഏറ്റവും വേസ്റ്റ് അവസ്ഥയാണത്. അതായത് ഒരു സ്ത്രീ ധരിച്ച വസ്ത്രം വെച്ചുകൊണ്ട് അവളോട് എങ്ങനെ ഇടപെടണമെന്നൊക്കെ ഉള്ള തീരുമാനത്തിലോട്ടൊക്കെ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്. മനസ്സിലാവണ്ടോ? മറ്റേ ഡൽഹിയിലുള്ള മറ്റേ പെങ്കുച്ചി, മറ്റേ എന്തായിരുന്നു അവരുടെ പേര്, മറ്റേ നിർഭയ കേസില്ലേ? അല്ല, നിർഭയ കേസിൽ അതിനകത്ത് പ്രതിയായിട്ടുള്ള ഒരു പയ്യൻ പറഞ്ഞത് എന്താ പറയാ, കേക്ക് അതായത് വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിന്റെ മറ്റേ അവരുടെ മാർക്കറ്റിംഗ് മറ്റേത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ റേപ്പ് ബോച്ചയല്ല ഇവിടുത്തെ പ്രശ്നം. കമന്റ്സ്, ആൾക്കാരുടെ അഭിപ്രായം. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പറ്റി താൻ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അവതരിക്കുകയെന്ന് വിചാരിക്കുക, അത് ഓൺലൈനിൽ താൻ സിനിമ നടിയായിട്ട് ഒബ്ജക്റ്റിഫിക്കേഷൻ ആണ്, ബോഡിയെ താൻ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിൽ സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും പബ്ലിക് ഫിഗറായി മാറുന്ന ഒരാളാണ് താനെങ്കിൽ തനിക്ക് കമൻസ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുള്ളത് താൻ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് ഇന്ത്യ ജീവിക്കുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ കേസ് അതല്ല. അവൾ ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, അവൾ സിനിമയിൽ അഭിനയിക്കുന്നവളല്ല, അവൾ സാധാരണ ഉപജീവന മാർഗം നടത്തുന്നു, അവൾക്ക് ഡ്രസ്സ് എന്ത് വേണം ഇടാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അവളത് അവളുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് പേഴ്സണൽ കാര്യങ്ങളാണ്. ഇത് അങ്ങനല്ല, ഇത് പബ്ലിക് ഫിഗറാണ്. പബ്ലിക് ഫിഗറായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ തനിക്കറിയാം, ഇവൻ നമ്മൾ ഇത്രയും പേരുടെ ഫോട്ടോ എടുത്താൽ കുഴപ്പമില്ല. ഒരു സാധാരണക്കാരൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്താൽ തനിക്കെതിരെ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. കാരണം അയാൾക്ക് ആ പ്രൈവസി വേണം. മനസ്സിലായില്ലേ? അതും പറ്റും. ഇപ്പം നമ്മുടെ എടുത്തിട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പബ്ലിക് ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ ഒന്നും പറയരുത്, നമ്മുടെ ഫോട്ടോ ആരും എടുക്കരുത്, നമ്മളെ ഒന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല തീർത്ത്. അത് ഈ നാട്ടിൽ ഒട്ടും പറ്റത്തില്ല. അല്ലേ പിന്നെ താൻ UK ജനിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടി വരും. ഇവിടെ 4 തട്ടിൽ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, ഈ പറഞ്ഞ പോലെ എന്താണ് ഓൺലൈൻ അറിയാത്തവരുടെ എല്ലാം മൊബൈലിരിക്കുക.
അപ്പൊ ആരെയാ കുറ്റം പറയുന്നത്? അങ്ങനെ ഉണ്ട് ഗവൺമെന്റിനെ കുറ്റം പറയണം. കാരണം എന്താണെന്നറിയാൻ പാടാത്ത മനുഷ്യരാണ്. ഈ ഗവൺമെന്റിനെ കുറ്റം പറയേണ്ടി വരും. കാരണം ഇവർക്കാർക്ക് ഈ എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഞാൻ പറഞ്ഞില്ല, ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ വേണം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണം. ഓരോ പ്രായത്തിൽ എന്തൊക്കെ കാണണമെന്നും അവന് ഹോംവർക്കും കൊടുത്ത് വീട്ടിൽ ചെന്ന് എന്തെല്ലാം കണ്ടിട്ട് വന്ന് ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ടീച്ചർ എന്ന് പറഞ്ഞ സാധനം കൂടെ വേണം. അത് എന്ന് തുടങ്ങേണ്ടതെന്നറിയാമോ? സബ്ജക്റ്റിൽ വേണം. അത് എന്തുകൊണ്ടാണെന്നറിയാം? എന്ന് വേണമെന്ന് ഞാൻ പറയാം. അന്നാ ഈ പെണ്ണുങ്ങളൊക്കെ കൂടെ തുണി പറിച്ച് കാണിച്ചിട്ട് കുറേ പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ കാമുകന് തുണ്ട് അയച്ചു കൊടുത്തിട്ട് അത് ലൈൻ പൊട്ടിക്കഴിയുമ്പോൾ ഇവൻ പബ്ലിഷ് ചെയ്യും. അന്ന് കുറേ പേർ ആത്മഹത്യ ചെയ്യും. അതുപോലെ തന്നെ ഭർത്താവിന് അയച്ചു കൊടുക്കും ഈ കാമുകിയിൽ മറ്റേ അവിഹിത ബന്ധങ്ങൾക്കൊക്കെ. ഇങ്ങനെ ചെയ്ത സമയത്തെ വേണമെന്നിത്. എന്നേ ഇത് ഇവിടെ എന്തെല്ലാം അപകടങ്ങൾ നടന്നു, ഇവിടെ എന്തെല്ലാം ഫ്രോഡ് നടന്നു, ഈ സ്പാം എല്ലാം നടക്കുന്നുണ്ടല്ലോ. ഈ എഡ്യൂക്കേഷൻ ഉള്ളവരാണ് അന്ന് തൊട്ട്. ഇപ്പം എത്ര വർഷമായി ഇവിടെ സോഷ്യൽ മീഡിയ വന്നിട്ട്? കുറഞ്ഞൊരു 10 വർഷമെങ്കിലും ആയില്ലേ? 10 വർഷമായിട്ട് ഇവന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവന്മാർ ഈ പൊട്ടന്മാർ എന്നിട്ട് അവസാനം വന്നിട്ട് അവൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഒരുത്തിനെ ശിക്ഷിക്കാനേ അറിയത്തുള്ളൂ. ഇവർക്ക് ഇതിന് 10 വർഷം കിട്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ട് ഒരു ചുക്കും ചെയ്യാതെ ഇപ്പോൾ വന്നേക്കുക. പിടിക്കാൻ പറ്റുമ്പോൾ കള്ളനെ പിടിക്കാൻ അറിയാം ഇവർക്ക്. മനസ്സിലായി? അല്ലാതെ ഒരാളെ ഈ ക്രൈം ചെയ്യിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എഡ്യൂക്കേഷൻ ഇല്ല, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പറയണത് എന്താണെന്ന് പറയുമ്പോൾ ഈ ബെറ്റർ ലേറ്റ് തന്നെ പറഞ്ഞാണല്ലോ. ഇപ്പം നടന്നത് പോസിറ്റീവായിട്ട് കാണുകയല്ലേ വേണ്ടതല്ല. അത് നമ്മൾ അതിനെ അത്തരത്തിൽ ഇപ്പം ശരിയാണ്, താൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത്ര സമയമൊക്കെ എടുത്തിട്ടുണ്ട്, ലാഗുണ്ട്, ഫസ്റ്റ് ഹാഫിൽ ലാഗുണ്ട്, അതൊക്കെ. പക്ഷെ നിലവിൽ ആര് അല്ല ബോച്ചല്ല ഈ പറഞ്ഞു നടക്കുന്ന പലരും എനിക്കറിയാം ഇവന്മാരുടെ പ്രശ്നം എന്താണ്. എന്നെ കമന്റ് അടിച്ച് തെറി വിളിക്കുന്നവർക്ക് ആ വിദ്യാഭ്യാസ കുറവും വിവരക്കേടും ഉള്ളവരും വിവരക്കേടായിക്കോട്ടെ, അത് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നേ, എന്റെ ചോദ്യം ഇതാണ്. അപ്പൊ ഇതെങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്? ഇപ്പൊ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഈ നിലവിൽ ഇവിടെ ഉള്ള അവസ്ഥ അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണോ അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറയാം, അതിനകത്ത് കാര്യമുണ്ട്. ഇപ്പൊ ഈ ബോച്ചെ പോലത്തെ ഒരാൾ അറസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണോ അതിനകത്ത് കറക്റ്റ് മെഷർ എന്ന് പറയുന്നത്? വേണ്ട, അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ലിമിറ്റ് കഴിഞ്ഞു പോയി. തനിക്ക് ഇതിനകത്ത് വാണിംഗ് കൊടുക്കുന്ന സീൻ കാണിക്കാം, ഇതിന് വേണ്ടുന്ന മറ്റു പരിപാടികൾ കാണിച്ചു കൊടുക്കുക. അല്ല അയാളെ പിടിച്ച് ഇത്രയും ദിവസം അകത്തിട്ട് അയാളെ പീഡിപ്പിച്ച് എന്തോ ഇത് അല്ലല്ല, അങ്ങനല്ല. അയാളെ മാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം മാൻ ചെയ്യണ്ടെന്ന് അയാളെ നേരത്തെ. അതിനെന്തിനാ പരാതി കിട്ടാൻ വെയിറ്റ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നടപടി എടുക്കാൻ സജ്ജരാണെങ്കിൽ പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണോ വേണ്ടേ? പരാതി കിട്ടുമ്പോൾ എടുത്ത നടപടിക്കാണ് പ്രശ്നം. കാരണം ഇയാൾ വർഷം കുറേ ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നിയമ വ്യവസ്ഥയിലുള്ള ആരും കണ്ടിട്ടില്ല, പോലീസുകാർ കണ്ടിട്ടില്ല, കോടതി അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് കണ്ണും പൂട്ടിയിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു പെങ്കൊച്ചിനെ കുറിച്ച് പറഞ്ഞല്ലിത്. ഇയാൾ പറയുന്നതിന് ഇപ്പൊ കേൾക്കുന്ന ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ അതിനകത്ത് നിയമ നടപടി എടുക്കാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ട. അവിടെയാ തെറ്റിയത്. അത് പറ്റത്തില്ല. താൻ എവിടെ ഇരുന്നത്? നമ്മൾ തന്നെ താനൊന്ന് ആലോചിക്കേ. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എത്ര ആൾ ഒരു രണ്ടാഴ്ച ഒരു മാസം മുമ്പ് ഈ കാര്യം നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട് ബോച്ചയെ പറ്റി. പരാതി കൊടുത്ത ഇവിടെ അന്വേഷണം നടക്കില്ല, നിയമ നടപടി ഉണ്ടാവില്ല. ആ സ്ഥലം അത് മനസ്സിലാവണ്ടോ? അങ്ങനെയുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒന്നും നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്നല്ലേ വിചാരിക്കണ്ടേ എന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, അങ്ങനല്ല. അതെന്താന്ന് ഞാൻ പറയട്ടെ. അത് ഈ MVD ചെയ്യുന്ന പോലെ ഉണ്ട്. തനിക്ക് MVD എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ശരിക്കും തനിക്കൊരു RC ബുക്ക് തീർന്നു പോവോ ഇൻഷുറൻസ് ഇല്ലാണ്ടാവോ ചെയ്യുമ്പോൾ വന്ന് പെറ്റിയടിക്കാനുള്ളതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഈ സാധനങ്ങൾ നമ്മൾ മറന്നാലും അവരത് റിമൈൻഡ് ചെയ്ത് അതാക്കിയെടുത്ത് അതിൻ്റെ ബില്ല് അയച്ചു തന്ന് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കുകയോ ചെയ്യേണ്ടത്. ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് അതല്ല. നമ്മൾ മറന്നെങ്ങാനും പോയാൽ അതിന് വന്ന് പെറ്റിയടിച്ച് അത് പെറ്റിയടിക്കത്തേ ഉള്ളൂ, അല്ലാതെ ബാക്കിയൊന്നുമില്ല. മനസ്സിലായോ? അങ്ങനെയാ വേണ്ടത്. സിസ്റ്റം അതാ. അതുകൊണ്ട് ഇനി ഇപ്പം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു മാനസിക രോഗി വരുത്ത് അവനെ ആദ്യം പിടിച്ച് മാനസിക ആശുപത്രി ഇടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതാ എടാ ഞാൻ പറഞ്ഞില്ലേ, അത് മാനസിക രോഗിയുടെ കേസ് പറയുമ്പോൾ മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ രോഗത്തിൽ ചികിത്സിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങ് അത് തെറ്റല്ലേ? നമ്മൾ തെറ്റിനെ പറ്റിയാ പറയുന്നത്. തെറ്റായ കാര്യം ശരിയാക്കാൻ പറ്റുന്നില്ല, തെറ്റായിട്ട് തന്നെ ഇരിക്കുക. ഏത് തെറ്റ്? അയാൾ ചെയ്യുന്ന മാനസിക രോഗി ചെയ്യുന്ന തെറ്റല്ല. ബോച്ച ചെയ്യുന്ന ബോച്ചയ്ക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ബോച്ച ചെയ്യുന്ന ഈ കാണുന്നേ. ഈ പറഞ്ഞ പോലെ ആർക്കൊക്കെ എന്തെല്ലാം അവസരങ്ങളുണ്ട് ഇവിടെ ഉണ്ട്.
കൊല്ലുന്നു. അല്ലല്ലല്ല സിവിയറിറ്റി ഞാൻ പറഞ്ഞില്ലടാ, ഓരോന്നിനും ഓരോ സിവിയറിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല 20% പൊള്ളലേറ്റാൽ തനിക്ക് കൊണ്ട് സർജറി ചെയ്യത്തില്ല. ഇതിന് അത്ര സിവിയറിറ്റി ഇല്ല. എന്താ കാര്യം ഞാൻ പറയാം. അതല്ലേ പിന്നെ താൻ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് നോക്കണം. ഇവിടെ എത്ര 2 ലക്ഷം ക്രൈംസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് കൊലപാതകവും പീഡനവും ഒന്നും. ഇന്നലെ എന്താണ് നടന്ന പീഡനത്തിന്റെ വാർത്ത കേട്ടോ, 64 പേര് പീഡിപ്പിച്ചെന്ന് പെങ്കൊച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞ. അതെന്താ ഈ ബോച്ച പിടിച്ച് 3 ദിവസം ഇവിടെ പീഡനം നടന്നില്ലേ? അതായത് ഓരോ കാര്യങ്ങളെയും നോക്കി കാണേണ്ടത് ഓരോ രീതിയിലൊക്കെയാണ്. അതൊക്കെ താൻ പറയുന്നതൊക്കെ ശരി തന്നെ. അത് എന്താണത് കുഴപ്പമില്ല പറഞ്ഞോ. അല്ല എന്തോ ഇത് അലാം വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇല്ല പറഞ്ഞോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ വിഷയങ്ങളെ നോക്കി കാണുന്ന രീതിയുടെ പ്രശ്നമൊക്കെയാണ് ഈ പറയുന്നത് അല്ലേ? സിവിയറിറ്റി അല്ലേ താൻ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഈ വിഷയത്തെ കാണേണ്ടത് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണെന്നാണ് താൻ വിചാരിക്കുന്നത്? അതെന്റെ ചോദ്യം. ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഈ വിഷയം ഹണി റോസ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നതും അവരെ കുറിച്ച് വീണ്ടും വീണ്ടും മോശമായിട്ട് സംസാരിക്കുന്നതും ഇതേ ബോച്ചെ തന്നെ ബോബി ചെമ്മണ്ണൂർ തന്നെ വന്നിരുന്നു പിന്നെയും അവരെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതിന്റെയും സിവിയറിറ്റി താൻ എങ്ങനെ കാണുന്നത്? ഇവിടെ വേറെ അവിടെ അതാ ഞാൻ കേസ് എടുക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഈ വ്യവസ്ഥ ഇങ്ങനെ പോയാൽ ഇതിനൊക്കെ കേസ് എടുക്കുകയും ആ ഒരു 3 ദിവസം ഇയാളെ ഇട്ട് കറക്കാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഇവർക്ക് പറ്റുന്നുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ അല്ലത്. ഇയാള് ഹണി റോസിനെ മാത്രമല്ല പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? കഴിഞ്ഞ ദിവസം കൊച്ചിനെ പറ്റി പറഞ്ഞു. സാധനം ഇങ്ങനെ എൻ്റെ സാധനം അങ്ങോട്ട് തരാന്നൊരു പെങ്കൊച്ച്, കൊച്ചു പെങ്കൊച്ച്. ഇതിനൊക്കെ കൂടുതൽ അതാ. ഞാൻ അപ്പോഴാ വീഡിയോ ഇട്ടെ. എടോ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, ഇത് പോലീസും കണ്ടില്ല, കോടതിയും കണ്ടില്ല. അതെന്താ കാണാത്തവര്? അവരെന്താ അപ്പം ചെയ്യാത്തേ? അത് അവിടെ അല്ലേ ഇടപെടണ്ടേ? അയാൾ എത്ര കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? നമ്മൾ വെറുത്തിട്ട് കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തെന്ന് വിട്ടിരുന്നു ഈ ബോച്ചയ്ക്കെതിരെ വീഡിയോ ഇട്ട് തുടങ്ങണം. കാരണം ഇയാൾ കുറച്ച് കോമഡി പറയുന്നത്, തറ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ആൾ കളിക്കുക. ഇതിനൊക്കെ ഈ തറ വർത്താനത്തിന് തിരിച്ച് നല്ല കിടിലൻ മറുപടികളുണ്ട്, മനസ്സിലായി? നമ്മൾ അയാളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് ഇതിനെയൊക്കെ വെച്ച് ഞാൻ പറഞ്ഞാലോ എന്ന്. അത്രയ്ക്കും നമുക്ക് വെറുത്തുപോയി. കുറെ ആയത് ഇത് തന്നെ. വേറൊന്നും പറയാത്തൊരു മനുഷ്യൻ എന്നും രാവിലെ തൂറി എറിയുക. കമ്പി അല്ലാതെ വേറെ ഒന്നും പറയാൻ അറിയാൻ പാടില്ല. അതായത് ഈ തുരുമ്പെടുത്ത കമ്പി. എടാ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരുത്തിനെ നമുക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ നേരത്തെ വാൺ ചെയ്യാതെ ഇവരെല്ലാം ചിരിച്ചു കളിച്ചിരിക്കുക, മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു പെങ്കൊച്ച് ഇപ്പൊ ഹണി റോസ് വന്ന് പറഞ്ഞെന്ന്. ഹണി റോസിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിയ ആൾക്കാർ വേറെ ഉണ്ട്. കൂടെ നിർത്തിയിട്ട് കളി എന്ന് പറഞ്ഞു. നിങ്ങൾ കളിച്ചോ, ഇങ്ങനത്തെ കുറെ സാധനം ചെയ്യുക. ഒരു മറ്റേ എന്താണ് പറഞ്ഞത്, ഒരു എന്തോ സ്കൂട്ടറിന്റെ വണ്ട കയറ്റി ഇരുത്തിട്ട് ഒരു കൊച്ചിന് നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 3ാമത് ഒരാൾ കാണും, അത് വേറൊരാളായിരിക്കും. ഏണ്ടൊക്കെ പറയുക. ഇങ്ങനത്തെ പണികൾ കുറച്ച് നാളായിട്ട് എത്ര എണ്ണം പുള്ളി തൃശ്ശൂർ പൂരത്തിന് പോകുന്ന ജാക്കി വെക്കാനാന്ന് പറഞ്ഞു. എന്തൊരു തൊട്ടിയാടേ അത്, ഊള അയ്യേന്ന് വെക്കേണ്ട സാധനങ്ങൾ കൈയടിച്ചുകൊണ്ടിരുന്നവരെ ഇവരെല്ലാവരും. ഇതെല്ലാം കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നും സൈബർ കണ്ടത് മനസ്സിലായില്ല. അവസാനം ഹണി റോസ് വന്നപ്പോൾ അതെന്തുകൊണ്ടാണ് ഹണി റോസ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹണി റോസ് വന്നാൽ അത് അറ്റൻഡ് ചെയ്യണം. അതിനകത്ത് ഒരു സംശയം വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഹണി റോസ് അല്ല ഇനിയിപ്പോൾ ആര് വന്നാലും അത് അറ്റൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഹണി റോസ് വന്നിട്ടാണെങ്കിലും അറ്റൻഡ് ചെയ്തല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ ഈ പരിപാടി ഉണ്ടല്ലോ, ഇവിടുത്തെ നിയമ സംവിധാനമൊക്കെ വർക്ക് ചെയ്യുന്നതിലൊക്കെ വിയോജിപ്പുണ്ട്. അതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഹണി റോസ് പരാതിയുമായിട്ട് വരുമ്പോൾ ഹണി റോസിന്റെ പരാതി എടുത്തതിൽ എനിക്ക് സന്തോഷം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. എന്നാൽ ഹണി റോസിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് പോലും അതായത് ഹണി അല്ല, ഈ സിസ്റ്റത്തിനകത്ത് ജീവിച്ചുകൊണ്ടാണ് ഹണി റോസിന് ആ പ്രശ്നം മനസ്സിലായി. അപ്പോൾ ഈ സിസ്റ്റം ഇങ്ങനെയാണ്. പരാതി കൊടുത്താലും നടപടി ഉണ്ടാവാത്ത സിസ്റ്റം അത്. നടപടി ഉണ്ടായല്ലോ, സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ സിസ്റ്റത്തിൽ ഇനിയും ഒരു കാര്യം പഠിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് 2 കൂട്ടർക്കും വേണം. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കും. ഞാൻ പറയുന്നതൊക്കെ ഞാൻ വന്ന് കാണിക്കുന്നതിനും റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കണം. കാരണം ഈ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇതിനകത്ത് മാനസിക രോഗികളുണ്ട്. ഈ പറഞ്ഞ ഞരമ്പ് രോഗി എന്ന് പറയുന്നവൻ ഒരു മാനസിക രോഗിയാണ്. അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതും. പിന്നെ നമുക്കൊരു പ്രശ്നം കൂടെ പറയും. ഞാനുണ്ടല്ലോ, ഞാൻ മോഹൻലാലിൻ്റെ പടം റിലീസാകുമ്പോൾ തിയേറ്ററിൽ പോയി ഷോ കാണിക്കത്തില്ല. അല്ല, ഞാൻ രാത്രി ഒരു പള്ളി പെരുന്നാളിന് പോയി അവിടെ കിടന്ന് തുള്ളാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അവിടെ ചെന്ന് കയറിയിട്ട് ഞാൻ അടി മേടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ പറയുകയാണ്, കണ്ടോ ഈ സമൂഹം എന്നോട് അങ്ങനെ ചെയ്തത്. അതെൻ്റെ മണ്ടത്തരമായിട്ടല്ലേ എനിക്ക് തോന്നണം, അങ്ങനെ തോന്നണം. ഞാൻ പോകരുത് അവിടെ, അത്രയെങ്കിലും ചെയ്യണം. പിന്നെ അപ്പം അതിനകത്ത് ചെയ്യേണ്ട, ഓൺലൈനിൽ തെറി വരുന്നുണ്ട്, എനിക്ക് തെറി സഹിക്കാൻ മേതാണ്, ബ്ലോക്ക് ചെയ്യണം.
എല്ലാ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കണം. എനിക്ക് പള്ളിപ്പെരുന്നാളിന് പോകണമെന്ന് താല്പര്യമില്ല. ഞാൻ പറയാം, ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, ഞാൻ ഈ പറഞ്ഞവരെ പറ്റിക്ക് എന്താ പറഞ്ഞേക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി അവിടെ കിടന്ന് 4 തുള്ളൊക്കെ തുള്ളിയിട്ട് പറയുക, അയ്യോ അതാണ് ഈ രാഹുൽ ഈശ്വർ പറയുന്ന സാധനം. മനസ്സിലാകുന്നുണ്ട് നിനക്ക് അതിനുള്ള മിനിമം ബോധം ഇതിനിറങ്ങുമ്പോൾ ഈ നാട്ടിൽ വേണം. നീ യൂറോപ്പിലല്ല ജീവിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അതിനുള്ള സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ടോ? ഈ പോലീസ് കൊടുക്കുന്നുണ്ടോ? രാഹുൽ ഈശ്വർ പറഞ്ഞതേ ഈ പറയുന്ന സാധനമൊന്നും അല്ല. അവൻ പറയുമ്പോൾ തെറ്റുന്നാണെങ്കിൽ അവൻ നല്ല സൂപ്പർ സാധനം പറയാം. അവൻ സിനിമയിൽ നടക്കുന്ന കാര്യം റിയൽ ആണെന്നുള്ള പോലെ അവൻ പറയുന്നത്. അത് അവന്റെ അത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏത് റീമാക്കല്ലെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏത് മമ്മൂട്ടി അങ്ങനെ ചെയ്തതുകൊണ്ടല്ല, നായകൻ ചെയ്തതുകൊണ്ടാന്ന് പറയുന്നുണ്ട്. നായകൻ ചെയ്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കേരള സമൂഹം സിനിമ കാണാൻ മാത്രം പ്രാപ്തമായിട്ടില്ലെന്നാണ് പറയേണ്ടത്. അത് പറഞ്ഞാൽ മതി, അത് നേരെ പറഞ്ഞാൽ മതി. അത് പറയുന്നില്ല, ഇത് നേരെ തിരിച്ചാ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവൻ ഈ പറയുന്ന സാധനം മോഹൻലാൽ ഇവൻ പറയുന്നത് അതല്ല. ഇവൻ പറയുന്നതിന് ചെറിയ പ്രശ്നമുണ്ടെന്ന്. ഇവൻ പറയുന്നത് എന്താണ്, മോഹൻലാൽ നിന്ന് ഹണി റോസിനോട് പറഞ്ഞപ്പോ എന്നാ പറയുന്നത്. മോഹൻലാൽ നിന്ന് ഹണി റോസിനോട് പറഞ്ഞ ഡയലോഗ് അല്ലല്ലോ അത്. അത് സിനിമക്കകത്ത് മോഹൻലാലിന് എഴുതി കൊടുത്ത കഥാപാത്രം ഹണി റോസിനോട് പറഞ്ഞതല്ലേ. അപ്പൊ അത് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ, അത് അങ്ങനെ ബ്രീഫ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? മോഹൻലാൽ നിന്ന് ഹണി റോസിനോട് പറഞ്ഞു എന്നാവും. മനസ്സിലായി? അതിനകത്തൊരു കാര്യമുണ്ട്. താൻ ഇവിടെ നായകനെയും വില്ലനെയും നോക്കിയതാണോ? അല്ല, അങ്ങനല്ല. ഈ നാട്ടുകാരുടെ ഒരു വിചാരം എന്നാന്നറിയോ? താനെന്ന് ആലോചിക്ക്. ഞാൻ പറഞ്ഞുതരാം. ഈ മോഹൻലാലിനെ എന്തുകൊണ്ടാണ് രാജാവാന്ന്, മോഹൻലാൽ ഭയങ്കര സംഭവമാണെന്ന് ഈ പൊട്ടന്മാർ വിചാരിക്കുന്നത്? സിനിമ കണ്ടിട്ടല്ലേ? മോഹൻലാൽ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകുന്ന കണ്ട സിനിമ കാണുന്നല്ല അവരുടെ വിചാരം. മനസ്സിലായില്ല? അതുപോലെ തന്നെ ഇവിടെ ഒരു വില്ലൻ കഥാപാത്രങ്ങൾ. ഇവിടെ പോലീസുകാർക്ക് കലിപ്പുള്ള വില്ലന്മാരുണ്ട്. പോലീസിനെ കുത്തി പോലീസിനെ അങ്ങനെ ചെയ്യുന്നു. വില്ലനോടൊക്കെ ദേഷ്യമുള്ള പോലീസുകാരുണ്ടെന്ന്. താനെന്ന് ആലോചിക്കുക. സിനിമയെ പാവപ്പെട്ടവൻ അഭിനയിക്കാൻ വന്ന വില്ലൻ ഏതോ ഒരു പടത്തിനകത്ത് ബൈജുവോ, ആക്ഷൻ ഹീറോ ബിജു ഇല്ലേ, അതിനകത്ത് പോലീസുകാരെ കുത്തിയ വില്ലനോട് ചില പോലീസുകാർക്ക് കലിപ്പുണ്ടായി. അതെന്നെ ഇടപാടാന്ന് ആലോചിക്കേ. ഇവിടെ താനെന്ന് ആലോചിക്കേ. ഇവിടുത്തെ എല്ലാവരും സിനിമ കാണും. ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തിലുണ്ടല്ലോ, രാഹുൽ ഈശ്വർ പറയുന്ന ടൈപ്പ് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവൻ ഇവിടുത്തെ ആൾക്കാരെ പറ്റി രാഹുൽ ഈശ്വർ അതിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. മനസ്സിലായോ? സിനിമ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ കറക്റ്റ് സാധനം ട്രാൻഡൽ ലോഡ്ജിലുണ്ട്. അതിനകത്ത് ചോദിക്കുന്നത്, നിനക്ക് എന്റെ ശരീരത്തിൽ ഇഷ്ടപ്പെട്ടത് ഏതാന്ന് ഹണി റോസ് ഇവനോട് ചോദിക്കും. ജയസൂര്യ കുണ്ടി എന്ന് പറയുന്നു. ഇതിനേക്കുള്ള സാധനം അതിനകത്തുണ്ടല്ലോ. അപ്പൊ ഇത് പറയുന്നത് രാഹുൽ ഈശ്വരനാണെങ്കിൽ ബെറ്റർ ആയിട്ട്. ഞാൻ പറഞ്ഞത് നീ സെൽഫായിട്ട് ഒരു സിനിമയാണെന്ന് അവനും മനസ്സിലാകത്തില്ല. രാഹുൽ ഈശ്വറിന് മനസ്സിലാകത്തോണ്ടെന്നല്ല, രാഹുൽ ഈശ്വർ ഈ പൾസ് പിടിക്കുക. അതാണ് മെജോറിറ്റി. ഇവിടുത്തെ പൊതുജനമെന്നല്ല, മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെയുള്ളവരാ. അതിനകത്തൊരു 70% മനുഷ്യർ ഇത്രയും പൊട്ടന്മാരായതുകൊണ്ടാണ് ഈ ഇത്തിരി പൊട്ട സിനിമകൾ ഇവിടെ ഓടുന്നത്. അതുകൂടാതെ ബാക്കി ഒരു 30% ഉള്ള ആൾക്കാരില്ലേ, അതിനകത്തുള്ളവർ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് ഈ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകത്തില്ല. ഇതെന്ത് ഇവനിങ്ങനെ പറയുന്നതാലേക്ക്? ഞാൻ അങ്ങനെയല്ലല്ലോ ആ സിനിമ കണ്ടത്. എനിക്ക് സിനിമയും കഥാപാത്രവും മനസ്സിലാവുന്നുണ്ട്. മറ്റവർക്ക് അത് മനസ്സിലാകത്തില്ല. അവരതുകൊണ്ടാണ് ഇവരെയൊക്കെ കാണുമ്പോൾ ഓടിക്കൂടുന്നത്. നമ്മൾ ആരെങ്കിലും ഈ പട്ടികൾ വന്നാൽ പോവോ? അതായത് അവൻ പറഞ്ഞ സാധനത്തിനകത്ത് വേറൊരു സാധനമുണ്ട്. അവൻ പറഞ്ഞതിൽ വേറൊരു സാധനമുണ്ട്. അവൻ പറയുന്നത് ഹണി റോസ് നടിയായിട്ട് വന്നു നിന്ന് അഭിനയിക്കുകയാണല്ലോ. ഹണി റോസ് ആണല്ലോ നടിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഹണി റോസിനോട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ സിനിമയിലെ കഥാപാത്രമായിക്കൊണ്ട് ഇത്തരത്തിൽ ഡയലോഗ് പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവൾക്കത് ഓക്കെ. അതായത് അതും അവൾക്ക് പ്രശ്നമാവണമായിരുന്നു എന്നാണ് ഈ പറയുന്നത്. തനിക്ക് മനസ്സിലായോ? അതും അവൾക്ക് പ്രശ്നമാവണമായിരുന്നു, അതായില്ല. തനിക്ക് മനസ്സിലാവണ്ടോ? ആ തരത്തിൽ ഇത് പറയുന്നത്. അല്ലാതെ അപ്പൊ അതെങ്ങനെയാണ് ഇങ്ങനത്തെ പൊട്ടത്തരം? ഞാൻ ഈ കാര്യം അലിൻ ജോസിനോടൊന്ന് ചോദിക്കാവോ? എല്ലാ സിനിമയും കാണുന്ന അലിൻ ജോസിനെയും മറ്റേ പൊട്ടന്മാരെ വിളിച്ചെടുത്തിട്ട് ചോദിച്ചാൽ അവര് പറയും ശരിയാന്ന് പറയും. അവരത് ചിന്തിക്കുന്ന അങ്ങനെയാ. കറക്റ്റാണ്. അത് ശരിയല്ലേ? അവക്ക് അങ്ങനെ ആയാലും എന്താ? ഇതുപോലത്തെ ആൾക്കാരില്ലേ റെഡി ടു വെയിറ്റ്. ആ ആൾക്കാരെവിടെ? ഇവരിങ്ങനെ വേഷം കെടുത്തോണ്ടല്ലേ ഇവിടെ വിട്ടു നടക്കുന്നത്. അല്ല പിന്നെ ഇങ്ങനെ നമുക്കൊരു കൺട്രോൾ വേണ്ട. കൺട്രോൾ ഒരു പരിധിയില്ല. ഇങ്ങനെ വസ്ത്രം ഇടാവോ? ഇതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവിടുത്തെ നേരത്തെ പറഞ്ഞ ഒരു 100,000 ആളുകൾ. ഈ പറഞ്ഞ ഹണി റോസ് എന്ന് പറഞ്ഞ ആള് വരുമ്പോ എന്തുകൊണ്ടായിരിക്കും? ഏത് തരം ആൾക്കാരാ കൂടുന്നത്? ആരാ ഈ കൂടുന്നത്? അവർ ഇതുപോലത്തെ സാധനം കാണാനും കേൾക്കാനും വരുന്നവരാണ് കൂടുന്നത്. അല്ലാതെ ഞാൻ ഇന്നേ വരെ
എടാ അത് അത്രയും ആൾക്കാരാണ്. അത്രയും ആൾക്കാരുടെ ഒരു പോപ്പുലേഷൻ എത്രയാന്ന് നോക്കി ഒരുപാടുണ്ട്. കേരളത്തിൽ മുഴുവനും കൊണ്ട് നിർത്തുന്ന ഇവരെ അവിടെ എല്ലാം ആള് കൂടുന്നുണ്ട്. ഇവർ ഒരിടത്തല്ല നിന്നേക്കുന്നത്. ഇല്ലില്ല, ഇവര് വരുന്നതെല്ലാം ഇതുപോലത്തെ ആൾക്കാരാ. എടാ ഇപ്പൊ കുറഞ്ഞെന്ന്. എടാ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ ഹണിറോസിന്റെ റീച്ച് ഒക്കെ കുറഞ്ഞിട്ട് ഹണിറോസ് ഉദ്ഘാടനം വരെ കുറഞ്ഞോണ്ടിരിക്കുക. അല്ലല്ല അങ്ങനെ പറയല്ലേ, അത് മോശം. അതിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചായിരുന്നു മുമ്പ്. അല്ലല്ല എടോ, നമ്മള് ഈ ഹണിറോസിനെ ഇപ്പൊ കാണാനില്ലോന്ന് ഈ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചായിരുന്നു. എവിടെ പോയോ കാണാനില്ലല്ലോ, ഉദ്ഘാടനങ്ങൾ കുറഞ്ഞെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇമാതിരി കലാപരിപാടികളൊക്കെ വരുന്നത്. അതും ഇതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ പറയുന്നത്. മാനിപ്പുലേഷൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്, മനസ്സിലായി. ഈ ഹണിറോസ് എന്ന് പറഞ്ഞ ആള് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക പോയിട്ട്. അവരെ എന്ത് കാണാനാണ് ഇവര് വരുന്നത്? ഏത് അവരുടെ വേഷം കാണാൻ, അവര് വേഷം ധരിച്ചിരിക്കുന്ന കാണാൻ, അല്ലെങ്കിൽ അവരുടെ കളറ്, ഉടുപ്പിന്റെ കളറ് കാണാൻ, ഇതൊക്കെ കാണാനാ വരുന്നത്. അല്ലാതെ ഞാനൊരു കാര്യം ചെയ്തേ, ഹണിറോസ് എന്തെങ്കിലും പറഞ്ഞു നീ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്തെങ്കിലും കേരളത്തിലൊരു സംഭവം ഉണ്ടായി, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി, ഹണിറോസ് പറഞ്ഞു കേട്ടിട്ട് ആൾക്കാർ ഇവിടെ കൂടുന്നുണ്ടോ? അപ്പൊ പിന്നെ എന്തോ അതിനകത്ത് എന്തോ നീ മനസ്സിലാക്കുന്നേ? വന്നവരെ പറ്റിയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്, മനസ്സിലായി. എനിക്ക് രാഹുൽ ഈശ്വറിന് ഒരു താല്പര്യമില്ലാത്ത ആളാ. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ ഭയങ്കര തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ അവൻ പറയുന്ന സൈഡ് മനസ്സിലാവുന്നില്ല എന്ന്. നേരത്തെ പൊട്ടനല്ലടോ ഇപ്പോ രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മെച്ചപ്പെട്ടൊരു പൊട്ടനല്ലേ എന്താ വെച്ചാൽ എന്താ കാര്യം എന്നറിയാം, ആ ആൾക്കാർ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ ആളില്ലെന്ന്. താനെന്താ വെച്ചേ ഈ ഓടിക്കൂടിയ പാവങ്ങള് ഹണിറോസ് വരുമ്പോൾ വട്ടം കൂടി തള്ളും തൂന്തും ഒക്കെ ഉണ്ടാക്കി ഹണിറോസിനെ കാണാൻ ഇങ്ങനെ വായി മുളിച്ച് നിന്നവരെ അവരെ പറ്റി അവരുടെ വികാരം ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ താൻ മനസ്സിലാക്കിയ ഒരു മനസ്സിലാക്കലുണ്ടല്ലോ, ഈ രാഹുൽ ഈശ്വർ പറഞ്ഞത് താൻ മനസ്സിലാക്കിയ ഒരു രീതിയുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ഇത് ഓക്കെ ആയിരിക്കും, മനസ്സിലാവുണ്ടോ? എന്നാൽ ഇത് അങ്ങനെയല്ല അപ്പുറത്ത് മനസ്സിലാവുന്നത് മോഹൻലാല് ഇവളോട് പറഞ്ഞതിനെ കുറിച്ച് തന്നെയാ ഹണിറോസിനോട് പറഞ്ഞതിനെ കുറിച്ച് നേരിട്ടാ മനസ്സിലാക്കുന്നത്. അതാ പറഞ്ഞത്, അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാരോട് ഇങ്ങനത്തെ സാധനം പറയാൻ പാടില്ലെന്ന്. ആ പബ്ലിക്കിനോട് ഇത് പറയാൻ പാടില്ല. ഇവൻ ആരോടാ പിന്നെ ഇയാൾ ആരോടാ സംസാരിച്ചത്? ഇയാൾ സംസാരിച്ചത് കേരളത്തോട് മൊത്തത്തിലല്ലേ? ഇയാളൊരു ചാനൽ ചർച്ചയിലിരുന്നാ സംസാരിക്കുന്നത്. അതെങ്ങനെ കറക്റ്റ് ആവണത്? അതെങ്ങനെ? അവരോട് ഇത് പറയാൻ പാടില്ല. അവരോട് ഇത് പറയുമ്പോ അത് വീണ്ടും ശരിയായി, മനസ്സിലാവുണ്ടോ? അവരിനി വന്നാലും അത് അങ്ങനെ തന്നെയാ. രാഹുൽ ഈശ്വർ പറഞ്ഞാലും ഇല്ലെങ്കിലും രാഹുൽ ഈശ്വർ ഒന്നും പറയുന്നില്ലെന്ന് വിചാരിക്കുക. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പില്ലെന്ന് വിചാരിക്കുക. നാളെ ഈ ഹണിറോസ് ഉദ്ഘാടനത്തിന് പോയാൽ എന്താ നടക്കുന്നത്? ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? ഇത് തന്നെയല്ലേ? അല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയെന്നല്ലോ, പുള്ളി പറഞ്ഞ ശരിയെന്നല്ലോ തന്റെ അഭിപ്രായം. അങ്ങനെ അല്ലല്ല, ശരിയോ തെറ്റോ എന്നുള്ളതല്ലേ ഇവിടുത്തെ അവസ്ഥ. അതായത് പറയുമ്പോ അതിനകത്തൊരു ശരി വരുന്നുണ്ടെന്ന് മനസ്സിലാവുണ്ടോ? ഒരു ഈ അലൻ ജോസ് പെരേരയ്ക്ക് അത് ശരിയാവുന്നുണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് മനസ്സിലായോ? ആ കൂട്ടം ആളുകളുടെ പൾസാണ് ഈ പറയുന്നത്. ആ പൾസ് പറയാൻ വേണ്ടി ഇയാൾ വന്നിരിക്കുമ്പോ അത് അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നാ പറയേണ്ടത്, മനസ്സിലാവുണ്ടോ? അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് പറയണം. ആര്? ഈ പറയുന്ന രാഹുൽ ഈശ്വർ അതല്ല ചെയ്തത്. രാഹുൽ ഈശ്വർ അത് അങ്ങനെയാണെന്നുള്ള പോലെ തന്നെ അങ്ങ് പറഞ്ഞു. അപ്പൊ അവർക്കത് ശരിവെക്കാനുള്ള കുറച്ചുകൂടി ഒരു ശരിയായി കിട്ടി. അപ്പൊ ഈ റെഡി ടു വെയിറ്റ് നടന്ന സമയത്ത്, ഈ ശബരിമല സ്ത്രീകൾ കയറുന്ന സമയത്ത് തലയടിച്ച് പൊട്ടിക്കുന്ന പറയുമ്പോൾ രാഹുൽ ഈശ്വർ ഇത് തന്നെയാണ് പറയുന്നത്. അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ് രാഹുൽ ഈശ്വർ. അവരെ മനസ്സിലാക്കാനാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അല്ല, അവരുടെ കാര്യം താൻ മനസ്സിലാക്കണം. താൻ ഒരു കാര്യം ചേർത്ത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പെണ്ണ് വരുമ്പോൾ ആള് കൂടുന്നുണ്ട്, അവരെ പറ്റി പറയുന്നേ. അതായത് റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വരുവാണെങ്കിൽ തേങ്ങയ്ക്ക് തലയടിച്ച് പൊളിക്കുമെന്നും മറ്റേ തൂറി എറിയുമെന്നും ഒക്കെ പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആ സമയത്ത് ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞത് അവിടെ ഓക്കെ ആണെന്ന് ഞാൻ ചോദിക്കുന്നത്. തനിക്ക് മനസ്സിലായില്ലേ? അത് അങ്ങനെയല്ല, പറഞ്ഞതിനകത്ത് ശരിയായിട്ടില്ല എന്ന് ഞാൻ ചോദിക്കുന്നത്. അതായത് അവരെ വീണ്ടും ഈ പറഞ്ഞ പോലത്തെ അത് ശരിവെക്കുന്ന പോലത്തെ പറച്ചിൽ പറഞ്ഞത് ഓക്കെ ആണെന്ന് താൻ പറയുന്നത്. അവിടെ എവിടെ എന്താ പറഞ്ഞ അവര് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ ആളത് മനസ്സിലാക്കണമെന്നാ പറയുന്നത്. അതായത് നമ്മളെല്ലാവരും മനസ്സിലാക്കണ്ട, ഹണിറോസ് മനസ്സിലാക്കണത്. ഹണിറോസ് ഇനി ചെന്നാൽ ഇത് തന്നെ ആൾക്കാർ കാണുന്നത്. ആ ഒബ്ജക്ടിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ സെൽഫ് ഒബ്ജക്ടിഫൈഡ് ആണ്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളിത് മനസ്സിലാക്കി. അപ്പോൾ അതാണ് അയാൾ പറയുന്നത്, നിങ്ങളുടെ ഡ്രസ്സിങ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആള് എന്തെങ്കിലും ബോച്ചെ പറയുന്നത് ശ്രദ്ധിക്കേണ്ടി വരുമെങ്കിൽ മനസ്സിലായി. ബോച്ച ഓരോന്ന് പറയുക, ബോച്ച പറയുന്നത് ശരിയല്ലെന്ന് പറയുന്നു, ഒരു കൂട്ടർ പറയാതെ ശരിയല്ലെന്ന്, ഒരു കൂട്ടർ ശരിയാണെന്ന് പറയുന്നുണ്ടല്ലോ. ബോച്ച പറഞ്ഞതിൽ അത്ര വലിയ തെറ്റില്ല, ഇത്രയും ശിക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നില്ലേ?
ബോച്ച പറഞ്ഞ അത്ര ഭയങ്കര ക്രൂരമായ അത്ര ഭയങ്കര സംഭവമാണെന്ന് എനിക്കും തോന്നുന്നില്ല. എങ്ങനെ വേണേലും പറഞ്ഞോട്ടെ, അവിടെ ഹാം ഒന്നും ഡയറക്റ്റ്ലി ഉണ്ടായിട്ടൊന്നുമില്ല. ഒരാളെ പിടിച്ച് പീഡിപ്പിച്ച് ഈ പറഞ്ഞ ഈ 2 ലക്ഷം കേസിനകത്ത് വിടത്തില്ലത്. അങ്ങനെ നിൽക്കുമ്പോ അല്ലല്ല, അതിനകത്ത് കാര്യം പറയാം. അവിടെ ഞാൻ ഇടപെടട്ടെ. അതായത് ഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഹാം മാത്രമല്ലല്ലോ ഹാം. അതിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെ നമുക്ക് ഓരോ മനുഷ്യർക്കും അത് വേരി ചെയ്യുന്നൊന്നും ഞാൻ തന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതെങ്ങനെ താൻ അങ്ങനെ പറയുന്നത്? അതായത് ഹാം അത്രയും ഇല്ല ഇത് എന്ന് പറയുന്നത് എങ്ങനെയാ? നോക്ക്, അണിറോസ് എവിടെയെങ്കിലും ആ ഹാം ഫീൽ ചെയ്യുന്ന സാധനം ഉണ്ടോ? പുള്ളിക്കാരൻ പിന്നീടാ 6 മാസം കഴിയുമ്പോഴാണ് ഹാമാവണേ. അവർ അസ്വസ്ഥമാകുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അതേ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കറങ്ങുന്നുണ്ടല്ലോ, ഒരു മോഹമൊക്കെ മാറി വല്ലാതെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇവരോട് ഇങ്ങനെ എന്തുകൊണ്ട് അപ്പൊ റിയാക്ട് ചെയ്യുന്നില്ല? റിയാക്ഷൻ അവരുടെ ദേഷ്യപ്പെടുവല്ല, എനിക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടെന്ന് പറയാൻ പഠിച്ചിട്ടില്ല. ആദ്യം അങ്ങനെ പറയരുത്. അതായത് റിയാക്ട് ചെയ്യാത്ത എന്താന്നൊക്കെ അത് ചോദിക്കരുത്. അങ്ങനെ ശരിയാവണത് അത് ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്. അത് വലിയ ഇൻഡീസെന്റ് അല്ലത്, അത് ഭയങ്കര ഡീസെന്റ് ആയിട്ട് പറയാൻ പറ്റും. അതൊന്നും അറിയാത്ത ഒരാളോ? അല്ലല്ല, അവിടെ പ്രശ്നമുണ്ട്. എടോ ഞാനുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തോട്ട് വരാം. ഞാൻ ഇറങ്ങുകയാണ്, ഞാൻ ഇതിനാണ് ഇറങ്ങുന്നത്. ഇവിടെ ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാതെ ഒരാൾ വരരുത്, മനസ്സിലായോ? ഞാനിവിടെ ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കാത്തതിന് കാരണം എനിക്ക് ആ റെസ്പോൺസ് കുഴപ്പമില്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്നത് എടോ ആ സാധനം ഉണ്ടെന്ന് നോക്കിയേ. എടോ വേറെ കാര്യം ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം തെറ്റ്. ഇതിനകത്ത് പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹണി റോസ് ഇതിനകത്ത് ഇടപെട്ടതിനകത്ത് കുഴപ്പങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. മറ്റിടത്ത് നമുക്ക് എതിരഭിപ്രായം ഉണ്ട്. അല്ലല്ല, അങ്ങനല്ല, നമ്മളിത് മൊത്തം പറയുന്നതിനകത്ത് ഇതുമുണ്ട്. അതായത് ഈ പറയുന്ന ഈ മറ്റാൾ എന്താ ബോബി ചെമ്മണ്ണൂരിനോടുള്ള എതിരഭിപ്രായം രേഖപ്പെടുത്തുന്നു, എന്നിട്ട് നമ്മൾ ബാക്കി പറയുന്നതിന് ബോബി ചെമ്മണ്ണൂരിനെ അത് രണ്ടും കണക്കാ. എനിക്ക് ഈ 2 കൂട്ടർ ഒരുപോലെ ഉള്ളൂ. അല്ലാതെ ഇവിടെ ബോബി ചെമ്മണ്ണൂർ അത്ര മോശക്കാരനല്ല, ഹണി റോസ് അത്ര മോശക്കാരിയല്ല, മനസ്സിലായി? ഒരു പക്ഷവും പിടിക്കത്തില്ല. പക്ഷെ ഇവിടുത്തെ സാധനം എന്താ പറയുക, ബോച്ച കാണിച്ച ശരിയൊന്നും ആണെന്ന് പറയത്തില്ല. ബോച്ച ഇത് മാത്രമല്ലോ കാണിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ബോച്ച ഹണി റോസിനോട് മാത്രമല്ല ഇത് കാണിച്ചേക്കുന്നേ. പുള്ളിയുടെ ഈ പരിപാടി മൊത്തത്തിൽ കൊള്ളാത്തൊരു പരിപാടി എന്നുള്ളതേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ നിർത്തിക്കാൻ ഒരു വാണിംഗ് കൊടുക്കാൻ ഒരു ഒഫീഷ്യലിന്റെ വാണിംഗ് ഉണ്ട്, ബോച്ച ചെയ്യത്തില്ല. ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങനെ വാണിംഗ് കിട്ടിയില്ല. നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം. തനിക്ക് അറിയാലോ താൻ കൊടുത്ത പരാതി എന്തായി, താൻ കൊടുത്ത പരാതി അവിടെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു, അത് ഹണി റോസ് കൊടുക്കുമോ അല്ലെങ്കിൽ വല്ല ബെന്നി ജോസ് കൊടുക്കുമോ, ആരെങ്കിലും കൊടുക്കട്ടെ, ആരെങ്കിലും കൊടുത്ത പരാതി ആയിക്കോട്ടെ, ആ പരാതിയുടെ മേലെ ഒരു നിയമ നടപടി ഉണ്ടാകുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാളെ കോടതിയിൽ ഹാജരാക്കുന്നു, അയാളെ റിമാൻഡ് ചെയ്യുന്നു. ഒരു മിനിറ്റടാ, അതായത് ഈ പറയുന്ന ഇത്രയും പലർക്കും ഈ പറഞ്ഞ പോലെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരും ഇതുമായിട്ട് പരാതിയായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരാൾ പരാതിയുമായിട്ട് പോയവളുടെ ഇനിയിപ്പോൾ അവക്കടെ കുഴപ്പങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതെന്താണ് ഇനി ഒരു കാര്യം കൂടെ പറയാം. അത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, അത് വീണ്ടും പറയാം. ഒരു വെബ്സൈറ്റ് പേര് ഞാൻ പറയണില്ല. ആ വെബ്സൈറ്റിനകത്ത് ഈ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോസ്, അതായത് സോഷ്യൽ മീഡിയയിലുള്ള സെലിബ്രിറ്റീസോ അല്ലാതെ ഇൻഫ്ലുവൻസേഴ്സോ ഇവരെല്ലാ ഫോട്ടോസും അതിനകത്ത് അവന്മാർ മോർഫ് ചെയ്തിട്ട് നേക്കഡ് ആയിട്ടുള്ള കുട്ടികളുടെ ചെറിയ കുട്ടികളടക്കമുള്ള അങ്ങനെ മോർഫ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ ചെതറിപ്പോയി. അപ്പോൾ ചെതറിപ്പോയപ്പോൾ ഇതിനകത്ത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ വീട്ടുകാരൊക്കെ കണ്ടപ്പോൾ ഇവളെ ഈ സാധനം കണ്ടിട്ട് അവരൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ താളം തിരിക്കുന്നു. അങ്ങനെ 19 പെൺകുട്ടികൾ സൈബർ സെല്ലിൽ പരാതി നൽകി. അതിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനവർക്ക് അതിനകത്തൊരു പെൺകുട്ടിയാണ് എൽനോസ് പാട്ടയാണ് അതിനകത്ത് മുൻകൈ എടുത്തത്. എത്ര വർഷമായി? 5 വർഷമായി, ഒന്നും ആയില്ല. ഇവർ കിക്ക് രൂപീകരിച്ചല്ലോ. കിക്ക് രൂപീകരിച്ചതിന് ശേഷം കിക്കിൻ്റെ ഇതിൽ ലെറ്റർ ആയിട്ട് ഉപയോഗിച്ചിട്ട് വീണ്ടും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അതിൻ്റെ ലെറ്റർ ആയിട്ടിലും കൊടുത്തു. ഒന്നും നടന്നില്ല. അതെന്തേ നടക്കുന്നില്ല? ഇവിടെ നടക്കുന്നു, അവിടെ നടക്കുന്നു. അതിനൊരു കിക്കില്ല, അത് അതിനത്ര കിക്ക് പോരാ. അത് സംഭവം ഉണ്ടല്ലോ, അത് അത്രയും പോരാ. ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോടോ, ഇപ്പോൾ നമ്മൾ ഹണി റോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഹണി റോസിന് മുമ്പ് കുറേ ഉണ്ട്. അത് ആരും ഇതുപോലെ സെൽഫ് ഒബ്ജക്റ്റിഫൈഡ് എന്ന് പറയുന്ന ആ കണ്ടീഷനിൽ വലിയ വേണ്ടെന്ന മാർക്കറ്റ് ചെയ്യാനായിട്ട് തൻ്റെ ബോഡി ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ വന്ന പെൺകുട്ടികളല്ല, മനസ്സിലായോ? പലരെ പറ്റിയും ഈ ബോച്ചെ പറയുമ്പോൾ ഇന്ന് ബോച്ചയെ ശിക്ഷിക്കുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ,
ഇവർക്കെല്ലാം സംരക്ഷണവും മാനത്തിനും പണത്തിനും സ്വത്തിനും സംരക്ഷണം എന്ന് പറഞ്ഞ ഈ സിസ്റ്റം ഇത് കാണുന്നില്ലായിരുന്നു എന്ന് പറയുന്നിടത്ത് പരാജയം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പരാജയം അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ വന്നാൽ ഈ ബോച്ച എന്ന് പറഞ്ഞ ആളെ അന്നേ ചെയ്യേണ്ടത് വാണിംഗ് തന്നെയാണ്. ആദ്യമേ വാൺ ചെയ്തിരുന്നെങ്കിൽ ഒറ്റ വാണിംഗ് എന്ന് പറഞ്ഞാൽ ആരാ വാൺ ചെയ്യുന്നത്? സ്കൂളിലെ പ്രിൻസിപ്പൽ പറയണം, അത്രേ ഉള്ളൂ. നിയമ നടപടികൾ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ രീതി. തനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓഫീസർ വിളിച്ചിട്ട് ബോച്ചെ ഇവിടെ വരൂ, കഴിഞ്ഞു, അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. ഒരു പരാതി വരുന്നു, ഇതിന് അത് നീ പറയുന്നത് എവിടാന്നറിയോ? നീ പറയുന്നത് ഒരു കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞുള്ള സിറ്റുവേഷനാണ്. മനസ്സിലായി? ഇത് കംപ്ലൈന്റ് അല്ല, ഇത് ഫസ്റ്റ് ടൈം നടക്കുന്നു. 1 നടന്നു 2 നടന്നു, അവര് കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീ ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്, മനസ്സിലായി? നീ ഇവിടെ കാണുന്നുണ്ട്. നീ എന്തോ പിന്നെ ഈ സൈബർ സെൽ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത് അല്ല? ഇത്രയും പൈസ മുടക്കി ഈ സിസ്റ്റം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ചീറ്റിംഗ് പിടിക്കുന്നില്ല, സ്പാം പിടിക്കുന്നില്ല, അല്ല ഈ പറഞ്ഞ സൈബർ പോണോഗ്രഫിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇതേപോലെ പരാതികൾ കിട്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു മോർഫ് ചെയ്തിട്ട് പോയി, തട്ടിച്ചോണ്ട് പോയി. ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഇതിനിടയിൽ ഇവരിതും കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ വാൺ ചെയ്യണം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ ഇത് തീർന്നു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നുകൊണ്ട് പെറ്റി അടിക്കാനും കേസ് ഉണ്ടാക്കി വെക്കാനും ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനും അല്ല ശ്രമിക്കേണ്ടത്. ആദ്യം തന്നെ അവർ ആ സാധനം ചെയ്യണമെന്ന്. ഇതെന്തോ വാൺ ചെയ്യേണ്ടത്? ഇനി ഞാൻ കാണിച്ചു തരാൻ വേണം വാൺ ചെയ്യേണ്ട ആൾക്കാർ എത്രയെന്ന്. അവരതിന് പകരം ഞാൻ എന്തോ മരുന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിക്കാൻ വന്നല്ലോ, ഏതോ ഇക്ക് പറഞ്ഞപ്പോ. എടാ, ആ സിസ്റ്റത്തിന് അവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല. ഇത് വാൺ ചെയ്യുമ്പോൾ ആരാ വാൺ ചെയ്യുന്നറിയോ? ബോച്ചെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനത്തെ ഒടുക്ക് പാർട്ടികൾ. എന്തിന്? ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിരുന്ന ബോച്ചെ മേലാൽ ഇത് ആവർത്തിക്കത്തില്ല. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾ നോക്ക്. ഇത് പോട്ടെ, വേറെ പ്രശ്നങ്ങളുണ്ട്. അല്ല, ഈ വേറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഹണിറോസ് ഒന്നും ഇല്ലല്ലോ, ഓക്കെ, അവരായിട്ട് ഇറങ്ങി വന്ന് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, അവർ ഇയാളുടെ അടുത്ത് ചെന്നതാണെന്ന് പറയാം. മറ്റ് പല പെൺകുട്ടികളും അങ്ങനെയൊന്നുമല്ല. എന്തോ കമന്റ് പറഞ്ഞു, ഉടനെ പുള്ളി അടിച്ചു കയറി ഇപ്പുറത്ത് നിന്ന് വഴിയെ പോയ ഏതോ ഒരു ഏത്തയ്ക്ക കച്ചവടം ചെയ്യുന്ന പാവങ്ങളുടെ അടുത്ത് എന്നിട്ട് കമന്റ് അടിച്ചു. ഇമാര് തറവേലകളെല്ലാം സ്ഥിരമാണെങ്കിൽ എല്ലാവരും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? എനിക്കാകെ കാണുമ്പോൾ ഞാനിത് അധികം പറയാത്ത ഇയാളെ പറ്റി. ഇയാൾ വെറുതെ റീച്ച് ഉണ്ടാക്കാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യം ഒന്നും പറയാഞ്ഞത്. പക്ഷേ ആ മറ്റേ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഞാൻ മറുപടി ചെയ്യുന്നുണ്ട്. അന്ന് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു നമുക്ക് ബോച്ച ഒന്ന് പിടിക്കാം, നമുക്ക് ഈ ബോച്ചയുടെ കണ്ടന്റ് എടുത്തിട്ട് ഇത് തറ കണ്ടന്റ് ആണെന്ന് വരുത്തുന്ന രീതി കുറെ സംസാരിക്കാൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ ആൾക്കാർ ആരും അത് കണ്ടില്ലേ? ഇവർക്ക് ആർക്കും ഇത് കാണണ്ടേ? ഇയാൾ പല ഓഫീസർമാരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ ഈ പരിപാടിക്കൊക്കെ. പോലീസുകാർ പോലും ഇയാളുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇയാളെ വിളിച്ചോണ്ട് ഇപ്പൊ ഇയാൾ ഓട്ടോ ഓടിയത് ഇത് വഴിയാ? ഇയാൾ ബസ് ഇറക്കി ഓടിക്കുന്നുണ്ടല്ലോ, എന്തെല്ലാം കാണിക്കുന്നുണ്ട്. മറഡോണയെ കൊണ്ടുവന്നു, മറ്റേത് കാണിക്കുന്നു, പിരിവ് നടത്തി, വലിയ ചാരിറ്റി ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുവാണല്ലോ. ഇത് ആരാ കണ്ടത്? നമ്മളാണ് കണ്ടത്. ആ സമയത്ത് ചെയ്യാത്തൊരു ആക്ഷൻ ഇത് ഇത്രയും വരെ. ഇത് മുള്ളുകൊണ്ട് എടുക്കേണ്ട സാധനത്തിനെ ഇപ്പൊ ഏകദേശം ഒരു JCBയുടെ പരുവത്തിലാക്കി, എന്നിട്ടാണ് ഈ ആക്ഷൻ എടുക്കുന്നത്. അപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ്? അത് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. സിസ്റ്റത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടില്ലെന്നല്ല പറഞ്ഞത്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ നിലവിൽ അതായത് സിസ്റ്റം വീക്കാന്ന്, അതിനകത്ത് എതിരഭിപ്രായമില്ല. സിസ്റ്റം വീക്കാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നിയമ നടപടികൾ ഉണ്ടാവുമ്പോൾ പോലീസ് പിടിക്കും എന്നുള്ള ഭയം, പോലീസിനെ എന്തോ പേടിയ ആൾക്കാർക്കൊക്കെ. അങ്ങനത്തെ ഒരു സംഭവം കൂടിയുള്ളൂ. നമ്മൾ പോലീസിനെ പേടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിയമ നടപടി ഉണ്ടാവുമെന്നും പോലീസ് പിടിക്കുമെന്നും ജയിലിൽ പോകുമെന്നുള്ള ഭയത്തിലേക്ക് ഇതിവിടെ സെറ്റ് ആവുള്ളൂ. അല്ലാതെ ഇവിടെ ഈ ബോധം താൻ ഈ പറയുന്ന ബോധം അല്ല. അജു, വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് കേക്കില്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇത് കേക്ക് ബോച്ച പറഞ്ഞ കേൾക്കില്ലോ എന്നുള്ളത് മാത്രമല്ല, ബോച്ച പറയുന്നതിന്റെ ഒപ്പം ഇതിങ്ങനെ തന്നെ ഇതിന്റെ ഫോളോ ചെയ്ത് ഇത് ശരിയാണെന്നും പറഞ്ഞ് പോകുന്ന ആൾക്കാരും പോകുന്നുണ്ടല്ലോ, ഇല്ലേ? അവരും കൂടി അറിഞ്ഞല്ലോ ഈ സാധനം, ഇല്ലേ? ബോച്ച എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമായിട്ടോ താൻ പറയുന്നെങ്കിൽ ചിലപ്പോൾ താൻ പറയുന്നത് ശരിയായിരിക്കും. ആ കാര്യത്തിൽ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന എവിടാന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ബോച്ചയ്ക്ക് ഒരു വാണിംഗ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ഒരു SI വിളിച്ചിട്ട് ബോച്ചയോട് പറയണം, ബോച്ച നെക്സ്റ്റ് ടൈം ഇത് ആവർത്തിച്ചാൽ ഇത് കേസാവും, ആ കേസിന്റെ സിവിയറിറ്റി ഇതാണ് എന്ന് ബോച്ചെ വാൺ ചെയ്ത് നമ്മൾക്കൊക്കെ എഴുതി തന്നിട്ടുണ്ടേ. അങ്ങനെ ഇനി ചെയ്താൽ നിനക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കും, നീ ഒപ്പിട്ട് മേടിച്ചോണ്ട് പോടേന്ന് സാധനം ബോച്ചയിലുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ.
എടോ ഈ പറഞ്ഞ താൻ പറഞ്ഞ സാധനം ഓക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ്. ഒരു മിനിറ്റ് ഒറ്റ കാര്യം കൂടി പറയാം. അതായത് അതായത് ഈ പറഞ്ഞ പോലെ സിസ്റ്റം പ്രശ്നമാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. സിസ്റ്റം പ്രശ്നമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് അതിനകത്ത് എതിരഭിപ്രായം വേറെ അഭിപ്രായമൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും ഇല്ല, അല്ലെങ്കിൽ ആർക്കും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പോൾ ഈ ബോച്ചെ വിളിച്ച് വാൺ ചെയ്യാൻ സിസ്റ്റം കാണിച്ച ഫെയിലിയറിനെ അംഗീകരിക്കുന്നു. അത് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല. ഇവിടെ പല കാര്യങ്ങളിലും സിസ്റ്റം അങ്ങനെ ഇടപെടാറില്ല. എല്ലാം അതിൻ്റെ അവസാന നിമിഷം വന്നിട്ടാണ്. ഇപ്പോൾ ബസ് ഓടി വണ്ടി കയറി ആൾ ചത്ത് കഴിയുമ്പോഴാണ് ബസ്സുകാരോട് നിങ്ങൾ ഇനി മുതൽ നമ്മൾ അതും സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നടക്കുമ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറ്. ഇവിടെ സർക്കാർ ഇടപെടുന്നതും പോലീസ് ഇടപെടുന്നതൊക്കെ ആ സമയത്താണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു സെറ്റപ്പ് പോകുന്നത്. അത് ഫെയിലിയർ ആണ്, അത് സമ്മതിക്കുന്നു. അതേസമയം അങ്ങനെ ആയിരിക്കെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. നടപടി ഉണ്ടാവണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവിടെ ഇടപെടാതിരുന്നത് ശരികേടാണ്, ശരി. പക്ഷെ ഇത് നടക്കുന്നതിനെ എന്ന് വിചാരിച്ച് നമ്മൾ തള്ളേണ്ടതും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. പൊതുസമൂഹത്തിന് ഇതൊരു ഒരു തരത്തിലൊരു ചെറിയൊരു മെസ്സേജ് തന്നെയാണ്. നിയമ നടപടി ഉണ്ടാവും, പോലീസ് പിടിക്കും, ജയിലിൽ പോവും, കോടതി കൊണ്ടുപോകും എന്നുള്ളത് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കമന്റ് ഇടൽ നിന്നല്ലോ തന്നെ. അത് ഞാൻ പറയാം. അതായത് താനിപ്പോൾ പറഞ്ഞ കാര്യം ഇടപെടണം, പക്ഷേ അവിടെ ഞാൻ പറഞ്ഞ സിവിയറിറ്റി പ്രശ്നം വരും. കാരണം നീ ഇത് ചുമ്മാ അല്ല ഇത്രയും പോലീസുകാർ ഇത്രയും നടക്കുന്നത്, മനസ്സിലായി. അവർക്ക് പെയ്ഡാണ്, അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം. ഒരു ദിവസം ഈ ആക്ടിവിറ്റിയുടെ പുറകെ അവർ ചിലവഴിക്കുന്ന സമയമുണ്ട്, കോടതിക്ക് സമയമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മീഡിയ കിടന്ന് ഇത്രയും പൊറോട്ട നാടകം കളിക്കുന്നു. ഇതിനിടയിൽ 3 ദിവസം പോയതിനകത്ത് എത്ര കേസുകൾ സ്കിപ്പാക്കിയിട്ടുണ്ട്, സിവിയറിറ്റി അനുസരിച്ചാണോ അന്നത്തെ ദിവസങ്ങൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നൊക്കെ നോക്കിയാൽ ബോച്ച ചെയ്ത ക്രൈമും അന്നേ ദിവസങ്ങളിൽ ഇതുവരെ പെൻഡിങ് ആയി കിടക്കുന്ന ക്രൈമുകൾ എടുത്ത് നോക്കുമ്പോൾ ബോച്ചയുടെ പുറകത്തിൽ ഇത്ര സമയം ചെലവഴിക്കാൻ നമുക്കുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇവിടെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലല്ല അങ്ങനല്ല. അതായത് അങ്ങനെ ഒരു മിനിറ്റ് ഇതങ്ങനെ ഒരു പൊട്ട കേസ്, ഇതങ്ങനെ ഒരു പൊട്ട കേസൊന്നുമല്ല. താനെന്താ അങ്ങനെ പറയണത്? അങ്ങനല്ല അങ്ങനെ അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഇതൊരു പൊട്ട കേസ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കമ്പാരിറ്റീവ്ലി വീക്കാ. ഒരു കൊച്ചിനെ കൊന്നിട്ടുണ്ട്. അതെ, അന്ന് നമ്മള് പറയുകയും ചെയ്തു നമ്മൾ ഇതിനിടെ കിടന്ന് ഈ കേസ് കളിക്കുന്നതാണ്. ഞാനൊരു കാര്യം ശരി. അപ്പോ അല്ല, ഞാനതിങ്ങനെ എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇങ്ങനെയാണ്, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ്. വേറൊരു കാര്യം ഞാൻ പറയാം. ഇനി വേറൊരു കാര്യം പറയട്ടെ. താൻ ഈ പറയുന്ന പോലെ ഇവിടെ ഇതൊരു സാധാരണക്കാരുടെ വിഷയമല്ല. ഇത് ബോച്ചയും ഞാൻ നേരത്തെ പറഞ്ഞ സ്വർണ്ണ കച്ചവടക്കാരനും ഒരു ഉദ്ഘാടനത്തിന് നടക്കുന്ന ഒരു സിനിമാ നടിയും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന വിഷയമല്ല ഇത്. ഇവിടെ പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പരിഹരിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങൾ, ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈമുകൾ എടുത്ത് നോക്കുമ്പോൾ ഈ പ്രശ്നം ഒരു സിവിയർ പ്രശ്നം ഈ നാട്ടിലല്ല. മനസ്സിലാവുന്നുണ്ടോ? ആഫ്രിക്കയിൽ പോയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മളിവിടുത്തെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ കാര്യമല്ലാണ്ടായി പോകും. പാകിസ്ഥാനിൽ ചെന്നാൽ AK-47 കൊണ്ടൊക്കെ ആൾക്കാർ ചുമ്മാ അയൽവക്കത്തോട്ട് വെടിവെക്കും. മനസ്സിലായല്ലേ? ഇത് ഓരോ നാടിനും ഒരു നാടിൻ്റെ അന്തരീക്ഷത്തിനൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാതെ ഇവിടുത്തെ കേസുകളിൽ ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പറഞ്ഞ് കുറച്ച് പേര് ഇറങ്ങി നടക്കുന്നുണ്ട്. എവിടെ ഇത് പാലിക്കാൻ പറ്റുന്നത്? ആ രാജ്യത്ത് നടക്കുന്നതിന് ഉന്തും തള്ളും തട്ടും മുട്ടും ഒന്നും കിട്ടാത്ത ബസ്സിൽ അവർ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഒരുത്തും കയറി ചവിട്ടും. ചിലപ്പോൾ വണ്ടികൾ വരുന്നത് എങ്ങനെയാണ്? ഈ നാട്ടിൽ നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട്. അതിനെ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പുറകെ പോകും എന്ന് പറയുന്നിടത്ത് കുഴപ്പമുണ്ട്. എനിക്ക് അത്ര സമയം കളയാൻ പറ്റത്തില്ല. ഞാനാണ് ഇതിൻ്റെ മുകളിലിരിക്കുന്നതെങ്കിൽ, ഞാനാണ് ഇത് കാണുന്നതെങ്കിൽ അതിൻ്റെതായ പരിഗണന കൊടുക്കത്തുള്ളൂ. അയാളെ വിളിച്ചിട്ട് വാൺ ചെയ്യാൻ പറയും, എന്നിട്ട് പറഞ്ഞു വിട്ടേക്കണം. അല്ല ഇവനെ ഒന്നും പൊക്കിയെടുത്തോണ്ട് ഇത്രയും നേരം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹണിറോസിനോടും പറയും ഇനി മേലാൽ ഓരോരുത്തർ. മനസ്സിലായോ? വേറെ കാര്യമുണ്ട്, നമ്മളാണ് കഴിഞ്ഞ മാസം ഈ വാണിംഗ് കൊടുത്തേനെ. മനസ്സിലായില്ലേ? ഞാൻ വാണിംഗ് നമ്മൾ നേരത്തെ കൊടുത്തു. നമ്മളൊരു വാണിംഗ് കൊടുത്താണ്, അത് പുള്ളി കണ്ടിട്ടുണ്ട്.
പുള്ളി അല്ല, പുള്ളിയുടെ കുടുംബക്കാർ മൊത്തം കണ്ടു കാണും. മനസ്സിലായില്ലേ? അയാൾ നമ്മളെ ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞ സാധനം നല്ലതാണ്, നല്ല രീതിയിൽ പറയേണ്ടടുത്ത് പറയാം. നമുക്കതേ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് അയാളെ പിടിച്ച് വാൺ ചെയ്യാനുള്ള പവർ എനിക്ക് തന്നെ, ഞാൻ വേണേൽ വാൺ ചെയ്യാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇവനെ ഒന്നും വാൺ ചെയ്യുന്നതിന്. അതിനുള്ള പേടിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അത് തുടങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം. ഞാൻ വേണേൽ സോഷ്യൽ മീഡിയ മൊത്തം നോക്കിയിട്ട് ആരെയൊക്കെ വാൺ ചെയ്യണമെന്ന് ലിസ്റ്റ് എടുത്ത്. അത് തമാശല്ല. ഇവിടെ അല്ലൂടെ വേറെ കാര്യമുണ്ട്. ഇവിടെ ഇരുന്ന് പറ്റിക്കൽ തുടങ്ങുമ്പോൾ നമുക്കറിയാം. നമ്മൾ എന്താണ്ടിരുന്ന് പറ്റിച്ചു തുടങ്ങി, വേറെ ഉടായി പോണങ്ങി, എന്നിട്ട് ഇവന് നല്ല സുഖമില്ല. എല്ലാവരുടെ കാര്യം ഞാൻ പറയുന്നുണ്ട്. എന്താ നമ്മൾ കറക്റ്റ് ടൈമിങ്ങിനാ പറഞ്ഞേക്കുന്നത് ഇതുവരെ, അറിയോ? അതിനെന്താ ഇത് ഞാൻ വേണേ സജഷൻസ് തരാം, സൈബറിനോ പോലീസിനോ വേണേ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒന്നും തെറ്റിയിട്ടില്ല. പക്ഷെ പറയുമ്പോൾ മെയിൻ ആൾക്കാരെ പറ്റിയൊക്കെ പറയും. അവർ വാൺ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ നമ്മൾ വാണിങ് മതി ഇവർക്കൊക്കെ. മനസ്സിലായി? ബോച്ചയ്ക്ക് വാണിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ബോച്ച അത് ചെയ്തേനെ. ബോച്ചയോട് പറയുക ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞ അത്രയും പോകണ്ട. ബോച്ച വെറും നാറികളിൽ ഒരു നാറിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു നാറി കൊള്ളാത്തൊരു പാഴ്. കാരണം വെച്ചാൽ ബോധം വിടുള്ള ആരെങ്കിലും ഇത്ര തറ നമ്പർ ഈ വന്ന കാലത്ത് ഒരുത്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ നാട്ടില് ആർക്കും ഇഷ്ടമല്ലോ ഈ ഡബിൾ മീനിങ്സ്. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ പടമൊക്കെ പൊട്ടിയത്. അതിനിടെ ഇരുന്നുകൊണ്ട് ഇവൻ പിന്നെ ഈ തെഞ്ഞ് നടക്കുന്നൊരു വാണം. മനസ്സിലായില്ല? അത്രേ ഉള്ളവൻ എല്ലാ ചാനലിലും ചെന്നിരുന്നുകൊണ്ട് തൊലിക്കുക. ഇവനെ ആരാന്ന് എനിക്ക് അവനെ ഇഷ്ടമല്ല, ഉള്ള കാര്യം പറയല്ലേ. പണ്ട് തൊട്ട് എനിക്ക് ഇയാളെ കണ്ണെടുത്താൽ കാണരുത്. ഇത്തിരി എന്തോടെ ഇവന്റെ കോമഡി, ഇവൻ കോമഡി പറഞ്ഞേക്കുന്നത്? ഈ തറകളെ എന്റർടൈൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ തറകളുടെ ഒരു കിങ്, മറ്റേ തറകളുടെ വേറൊരു കിങ്, ഇങ്ങനെയുള്ള കിങ്ങുകൾ കുറച്ച് പേരുണ്ട്. തറ കിങ്ങുകൾ. ആ കിങ്ങുകൾ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കിങ് മോഹൻലാൽ, ഒരു കിങ് സുരേഷ് ഗോപി, ഒരു കിങ് ബോച്ചെ, അങ്ങനെ നീണ്ട നിര തന്നെ ഉണ്ട് കിങ്മാരുടെ. തറ കിങ്ങുകളാ. സുരേഷ് ഗോപി അങ്ങനത്തെ ആൾക്കാരുടെ കണ്ടില്ലേ, ആളാവാൻ വരരുത്. ഇതൊക്കെ കാണിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. മനസ്സിലായില്ലേ? ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് രാഹുൽ ഈശ്വരി പറഞ്ഞത്. അവരെ നിങ്ങൾ മനസ്സിലാക്കണം, അവരെ സൂക്ഷിക്കണം. മനസ്സിലായി? അവർ ഇനിയും വരും. അവരിവിടെ ഇത് ഞാൻ പറഞ്ഞില്ല, അന്ന് ആ പിണ്ടോയോ ഏതിടത്തിന് പാർവതിയുടെ കേസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് രാവിലെ നിന്ന്. കുറച്ച് ദിവസം ഇവന്മാർ അടങ്ങിയിരിക്കും. ഇവർക്കുള്ള പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മാനസിക പ്രശ്നമാണ്. മനസ്സിലായി? ഈ വരുന്ന ആൾക്കാരെല്ലാം പിടിച്ച് പോലീസ് കൊണ്ടിട്ട് ഒന്നും ചെയ്യാനില്ല. ഇവന്മാർ എന്ത് ചെയ്യും? അവിടെ നമ്മൾ സോഷ്യൽ മീഡിയ ടൂൾസ് യൂസ് ചെയ്യണം. മനസ്സിലായി? നമ്മളല്ലേ പിന്നെ നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം, നമ്മൾ അവെയർ ആയിരിക്കണം. നമുക്കിത് വരാൻ സാധ്യത ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടുപിടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചിട്ട് മോഹൻലാലിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ബറോസിന്റെ അന്ന് റിലീസിന് പോയിരുന്നത് പിടിച്ചിരിക്കത്തില്ലടാ. അത്ര മാന്യന്മാരൊന്നുമല്ല തയ്യാറത്തെന്ന് പറഞ്ഞാല് ഒരു ചാനല്, ഒരു പ്രമുഖ ചാനല്, ഇപ്പൊ പ്രമുഖാണല്ലോ ട്രെൻഡ്, പ്രമുഖ ചാനലില് അതിനൊരു അവരുടെ വെബ്സൈറ്റ് മറ്റേ ഫേസ്ബുക്കിനകത്ത് മറ്റേ വെബിന്റെ പരിപാടി ഉണ്ടാവുമല്ലോ, ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ അടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഹണി റോസിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ലാലേട്ടന്റെ കരങ്ങളാണ് എന്റെ വളർച്ചയ്ക്ക് പിന്നിൽ. പിന്നാണ് ഫോട്ടോ വെച്ചിരിക്കണ എന്താ ഹണി റോസ് തിരിഞ്ഞിരിക്കണത്. അതെന്താണെന്നറിയോ? അത് ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ഫൈറ്റ് ആണല്ലോ ഇപ്പം മെയിൻ സ്ട്രീം ചാനലുകൾ. അപ്പോൾ അവർക്ക് ആ ഒരു നിലവാരത്തിലേക്ക് വരണമല്ലോ. ഏത് മറ്റവരുടെ പോലെ വരണം. ഏത് നമ്മുടെ മറ്റേയാളുണ്ടല്ലോ, ആ വിടലയുടെ പേര് പറഞ്ഞല്ലോ. മറ്റേയാൾ ആ മറ്റേ ചാനലുകാരൻ. അയാളുടെ പേരെന്താണോ? മറ്റേ ചാനൽ നടത്തണ ഒരു ന്യൂസ് തെറി പറയുന്ന ന്യൂസ് വായിക്കുന്ന പോലെ അവിക്കാതെ പറയണവൻ. മറുനാടൻ നല്ല രസമുണ്ടോ? മറുനാടൻ ഇങ്ങനെ ന്യൂസ് വായിക്കണ പോലെ തോന്നും നമുക്ക്. ഫുൾ പഴപ്പ ആണ്. ഞാൻ പണ്ടേ പറഞ്ഞു ഇയാള് വ്ളോഗ് ചെയ്യുക, ഇത് ന്യൂസ് ഒന്നും അല്ല. അന്നൊന്നും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അയാളായിട്ട് കിടന്ന് അംഗം വെട്ടിയ സമയത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇയാൾ വ്ളോഗറാ, ഇയാൾ വെറുതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നേ കാണുന്നത്. കാരണം എന്നാ, ഇയാൾക്ക് റിപ്പോർട്ടർ ഇല്ല. ഇപ്പൊ കുറച്ചുപേരൊക്കെ കാണുന്നത്. അന്ന് റിപ്പോർട്ടറൊന്നും ഇല്ലടോ. ആരാണ്ടൊക്കെ വാർത്ത എടുക്കുക, ഇയാൾ കുറച്ചുകൂടെ മസാല ഏർത്തടിക്കുക. അതായത് തൊട്ടപ്പുറത്തു നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബീഫ് മേടിച്ചിട്ട് അതിനകത്ത് കുറെ കൂടെ ആവശ്യമില്ലാത്ത മസാല എല്ലാം ചേർത്ത് തീരെ ടേസ്റ്റ് അനുഭവിക്കാത്ത സിഗരറ്റൊക്കെ വലിച്ചിട്ട് സ്റ്റേജ് ബഡ്സ് അടഞ്ഞു പോയ ആൾക്കാർക്ക് കൊടുക്കുക. അപ്പൊ അവന്മാർ അവർക്ക് സൂപ്പർ അവിടെ എരിവൊക്കെ ഉണ്ടെന്ന്. അതാ നടക്കുന്നത്. അല്ല, അങ്ങനെയുള്ളവരിവിടെ ഉണ്ട്. അവർക്കത് വേണം. വളരെ ഇഷ്ടമുള്ളവരുണ്ട്. ടേസ്റ്റ് ബഡ്സ് പോവാത്തവർക്കും അത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഉണ്ട്. അതെ.